Okay? Hello, check. Hello. ഇതാ വരുന്നു 50 സെക്കൻഡ് കൂടി. 45. റെസ്പെക്ട് ടൈം ഓഫ് അതേഴ്സ് ആസ് വെൽ. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, നമ്മളുള്ള സമയം വെച്ചിട്ടാണ് ഈ ലൈവൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ നമ്മളുടെ ആ അധ്വാനത്തെ നിങ്ങളൊന്ന് മാനിക്കൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ലൈവ് പോലും ചെയ്യാൻ കഴിയില്ല. അതാണ് നമ്മളുടെ അവസ്ഥ. അപ്പോൾ അത് പ്ലീസ്. ഓക്കെ, ഇത് എന്തായാലും കട്ട് ചെയ്ത് നമ്മളുടെ എഡിറ്റർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം, കാണാം, ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായാലും എല്ലാവർക്കും നമസ്കാരം. ബ്രിങ് ദം ഹോം നൗ, ഇതാണ് നമ്മളുടെ ഒരു മുദ്രാവാക്യം. ഇനി മുതൽ അതാണ് നമ്മൾ പറയാം. അപ്പോൾ ഇതാണ് ഇനി നമ്മളുടെ മുതൽ ഇതിന് വേണ്ടിയിട്ടുള്ള വേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഉണ്ടാവുക. ഇത് എന്താ സാധനം എന്ന് നിങ്ങൾക്കറിയാലോ, നമ്മളുടെ കള്ളിക്കോണകം. ഇത് കഫിയ ആണ് എന്നൊക്കെയാണ് നിങ്ങൾ പറയാറ്. ഇത് നമ്മളുടെ എന്താണ് പലസ്തീനിയൻസിൻ്റെ എന്തോ സാമാനാണെന്നൊക്കെയാണ് പറയാറ്. പക്ഷേ സത്യത്തിൽ അവരുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് അവരും വേറൊരു സ്ഥലത്ത് നിന്ന് കോപ്പി അടിച്ചതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് അവരുടെ കോണകമായിട്ടാണ് അറിയുന്നത്. പോട്ടെ, സാരല്ല, എല്ലാം കോപ്പി അടിച്ചാണല്ലോ പരിചയം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും വന്നിട്ടുള്ള ഒരു വാർത്ത. അതുമായി കണക്ട് ചെയ്തിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഇന്നലെ നമുക്ക് കിട്ടിയതാണ്. പക്ഷേ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു. ഇന്നലെ ഒട്ടുമിക്ക ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴെല്ലാം ലോക്ക്ഡ് ആയിട്ടുള്ള വാർത്തകളാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണുള്ളൂ എന്ന് അവർക്കൊരു വാശി. എന്നാൽ പിന്നെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പല ഓസ്ട്രേലിയയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ നമുക്ക് വാർത്താ ലിങ്കുകളായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ അയച്ചു തന്നു. നമുക്കിതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിച്ചു. ഇന്ന് നമ്മളുടെ പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ, അത് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ മാധ്യമങ്ങൾ ഇപ്പോഴും ഇത് കണ്ട ഒരു പരിഗണന കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളുടെ മുക്കാൽ മീഡിയ ഇത് അറിഞ്ഞതായിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാസ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അറിയിക്കണം. നമുക്കതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ വീഡിയോയിലേക്ക് കൂടുതൽ ആഴത്തിൽ പോവുകയാണ്. അതിനു മുന്നേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തുടർന്ന് കാണുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ലൈക്ക് ചെയ്തും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാകണം. അതുപോലെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷനിലുള്ളത് കണ്ടെത്തി അത് ഉപയോഗിക്കണം എന്നും കൂടി ഇവിടെ പറയണം. അപ്പോൾ നമ്മൾ കണ്ട വാർത്ത ഇതാണ്. നേഴ്സസ് ഒരു വീഡിയോ വൈറലാകുന്നു. നേഴ്സുമാരായിട്ടുള്ള 2 പേര് ഒരു വീഡിയോയിൽ അപ്പിയർ ചെയ്തുകൊണ്ട് അവർ പറയുന്ന ചില കാര്യങ്ങൾ. അതിൽ എന്താണ് ആ പറയുന്ന കാര്യമെന്നുള്ളത് നിങ്ങൾക്കിവിടെ കേൾക്കാം. ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്വഭാവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്കിംഗ് ആൻറ്റി സെമിറ്റിക് കമൻറ്റ്സ് എന്നാണ് അതിന് ഒറ്റവാക്യം നമുക്ക് പറയാൻ കഴിയും. അതായത് ജൂതവിരുദ്ധത അവർ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അങ്ങനെ ജൂതവിരുദ്ധത കാണിച്ചതിൻ്റെ പേരിൽ അവരെ ഇന്നിപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇവർ എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ ഒന്ന് അറിയാനുള്ളത്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു കളയാം. How are you, man? Good, how are you, my man? Pretty good. Are you a nurse, a doctor? I'm a doctor, my man. A doctor? For what? In hospital. What about you? Where you from? I'm from Israel, from the Holy Land. You know what? I'm gonna be really honest with you. All right. I'm gonna be really honest with you. You actually got a really, really beautiful eyes. Thank you, man. I'm so upset that you're Israeli. Like, eventually you're gonna get killed and you're gonna go to Jahannam, inshallah. Like these pretty eyes, they should stay in this world for longer. Why do you think? Why do you think I'm gonna get killed? It's Palestine's country, not Hello, your country. You piece how are of you? shit. What's your name? One day, your time will come and you will die the most. Moot. We spread Listen to me. peace. Listen to me. And you spread when your death. time comes. How are you doctors? Wait. I want you to remember my face. Okay, so okay. You can understand Gotcha. that you will I have die a question the most though. disgusting death. All right, for sure. I have a question though. Yeah, what's your... I have a question. Let's say an Israeli
God I won't treat forbid. them. I won't treat them. I'll kill them. You'll kill them? So if an Israeli is in Australia and God forbid something happened to him and he comes Not to God your forbid. hospital, I hope to God. would you kill him? You have no idea how many Israeli Khara dog came to this hospital and I sent him to Jahannam. I For literally real? sent him to Jahannam. ഓക്കെ, ഇതാണ് ആ വീഡിയോ. അതായത് നിങ്ങളെ ഞാൻ നരകത്തിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവിടെ ചികിത്സയ്ക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ ചികിത്സിക്കില്ല, കൊന്നുകളയും എന്നാണ് ആ പച്ചയ്ക്ക് പറഞ്ഞത്. അപ്പോൾ അതിനെന്താ കാരണം? ജൂതവിരുദ്ധതയാണ് അതിൻ്റെ കാരണം. ഇത് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവാറില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്ന് പറയുന്നത് അത് ജിയോ പൊളിറ്റിക്സ് ആണ്. നമ്മുടെ മൈത്രേയൻ സാഹിബ് പറഞ്ഞ മാതിരി അത് വിഭവങ്ങൾ പങ്കുവെക്കുന്നതിലുള്ള അടിയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അവിടെ, പിന്നെ ചൂഷണം ചെയ്യപ്പെട്ട ആളുകളുടെ പ്രതിരോധമാണ് എന്ന് പറഞ്ഞിട്ട് സ്വരാജിനെ പോലുള്ള ആളുകളുടെ വേറെ കുറേ കൂതറ അഭിപ്രായങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊന്നുമല്ല, ഇതൊക്കെ പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് ഷുഗർ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഷുഗർ കോട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഇപ്പം നമ്മൾ ഈ കണ്ടതാണ്. ജൂതവിരുദ്ധതയാണ് ഇതിൻ്റെ അടിമുടി ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾക്കും എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പോലും അതിനകത്ത് കൃത്യമായിട്ട് ആ നിലപാട് എടുത്ത് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിന്നിരുന്ന ആളുകൾ പിന്നീട് ബാക്ക് ട്രാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അത് അങ്ങനെ പറയേണ്ട, അത് സംഘിക വളമാവും എന്ന് പറഞ്ഞു. ഈ സംഘി വളം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടോ, സത്യത്തിൽ ഇതെല്ലാം വളമാകുന്ന ആർക്കാണ്? ഈ തീവ്രവാദികൾക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്നത്, നമ്മൾ സാധാരണ പറയുന്ന ഒരു വാചകമുണ്ട്, നമ്മളിവിടെ തംബ്നെയിലിട്ടൊരു വിഷയമുണ്ട്. അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കാലം അതിവിടെ വരുന്നു, അതിവിടെ ബലപ്പെടുന്നു. അങ്ങനെ ഒരു വാദം, ഇവരെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു വാദം തന്നെ ഇവിടെ ബലപ്പെടുകയാണ്. ഇത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ കേസ് വരെ കൊടുത്തപ്പോൾ അത് ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. ഇതാണ് ഒരു വശത്ത്. അത് പറയുമ്പോൾ അതെന്തുകൊണ്ട് പറയുന്നു, എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ തയ്യാറാകാത്ത പൊതുജനങ്ങളുള്ളതുപോലെ തന്നെ അത് മനസ്സിലാകാത്ത വക്കീലന്മാരുണ്ട്, ജഡ്ജിമാരുണ്ട്. അപ്പോൾ ജഡ്ജിമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം ഈ വീഡിയോ. എന്തുകൊണ്ടാണ് ഞാൻ അതിലങ്ങനെ പറഞ്ഞതെന്നുള്ളത് നിങ്ങളിത് കണ്ട് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. നമ്മളുടെ ജഡ്ജ്, യുവർ ഓണർ, പ്ലീസ് നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കാര്യം എന്താണ്? ഇവിടെ സാധാരണ മുസ്ലിമിൻ്റെ ജീവിതം അപകടത്തിലാക്കുന്നത് ആരാണ്? അതല്ലെങ്കിൽ തീവ്രവാദികൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ പെട്ട ആളുകൾ തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ ഇരകളാകുന്നത് ആരാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതിൻ്റെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് സാധാരണ മുസ്ലിങ്ങളാണ്. അതായത് ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത, എന്നാൽ ഇതെന്താന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അവരാണ് സത്യത്തിൽ ഇതിൻ്റെ ഇരകളായിട്ട് മാറുക. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? അവരുടെ ജോലി കണ്ടെത്തി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലുള്ള ചില നേഴ്സുമാരായിട്ട് വന്ന ആളുകൾ, അവരിപ്പോൾ ഇതിനകത്ത് ഡോക്ടറാണെന്ന് നുണ വരെ പറഞ്ഞിരിക്കുകയാണ്. അത് നമുക്കറിയാലോ. വിതൗട്ട് ലൈസ് ഇസ്ലാം ഡൈസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിവിടെ നിങ്ങൾ കാണുകയാണ്. ഇവർ രണ്ടുപേരും ഡോക്ടർമാരാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് ഇത് വൈറലായി ഇത് പല ആളുകൾ അപ്പം തന്നെ ഇത് അറിയിക്കുന്നു. അത് 4 മണിക്കൂറിനുള്ളിൽ ഇത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നേഴ്സുമാർ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയുന്നു. ഓസ്ട്രേലിയയിൽ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് പിടികിട്ടുന്നു. അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ പിടികിട്ടുന്നു. അവിടുത്തെ CCTV ക്യാമറ പരിശോധിച്ച് അവരങ്ങനെ ചെയ്തു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ആ യൂട്യൂബർ, ആ ഒരു വീഡിയോ ക്രിയേറ്ററായിട്ടുള്ള ആളുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ ഫുട്ടേജ് എടുക്കുന്നു. അതെല്ലാം അവിടെ കൈകാര്യം ചെയ്ത് അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചു. അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതുമാത്രമല്ല, ഇപ്പോൾ അവസാനം കേൾക്കുന്നത്, ഇനി ഇതുപോലെ നേഴ്സുമാരായിട്ട് ഹെൽത്ത് വർക്കേഴ്സായിട്ട് ആരെങ്കിലും എടുക്കുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ ഒരു ആൻറ്റി സെമിറ്റിക് ആയിട്ടുള്ളൊരു നിലപാട് അത് നിലവിലുണ്ടോ, അത് മുന്നേ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും കൂടി നടത്താൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ അവിടെ തീരുമാനങ്ങൾ വരാൻ പോകുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ, സൂചനകൾ. സാധാരണ നമ്മൾ പറയാറുണ്ട്, അതായത് നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങൾ, ഇന്ത്യയിൽ അത്ര വലിയ ഇതായിട്ടൊന്നും നമ്മൾ കാണാറില്ല, അത് വേണമെന്ന് നമ്മൾ പറയാറുള്ളത്. അതായത് ഒരു ജോലിക്ക് ഒരാളെ വെക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് ഇടപഴകാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ ഒരാളെ ജോലിക്ക് വെക്കുന്ന സമയത്ത് അവരുടെ ക്രൈം അത് റെക്കോർഡ്സ് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ അവർ ചൈൽഡ് അബ്യൂസേഴ്സ് ആണോ എന്നും കൂടി ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണമെന്ന് നമ്മൾ പറയാറുണ്ട്. അത് പല വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നു. ഓസ്ട്രേലിയയൊക്കെ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അവിടേക്ക് നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി നിങ്ങൾ ചൈൽഡ് അബ്യൂസേഴ്സ് ആണോ എന്നുള്ളത് അവിടെ അന്വേഷിക്കും. എന്ന് പറഞ്ഞ മാതിരി ആ ലിസ്റ്റിലേക്ക് ഇനി കടക്കാൻ പോകുന്ന മറ്റൊരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ് എന്ത്, നിങ്ങൾക്ക് ആൻറ്റി സെമിറ്റിക് ആയിട്ടുള്ള നിലപാടുകളുള്ള ആളും കൂടിയാണോ എന്നൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും കൂടി വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അത് ക്രിസ്ത്യാനിയാണോ,
അത് ഹിന്ദു ആണോ, അത് ജൈനനാണോ, ബുദ്ധമതക്കാരാണോ, മതമില്ലാത്തവനാണോ, എക്സ് മുസ്ലിമാണോ, ആരാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത് കാക്കാമാർ തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ്. ഇനി മുസ്ലിങ്ങളിൽ ആരാണെന്നുള്ളത് അത് നമ്മുടെ വിഷയമല്ല, അത് നിങ്ങൾ തീരുമാനിക്കാൻ. മുസ്ലിങ്ങൾ ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാക്കി വെച്ചത്? നിങ്ങൾ ആ സ്ഥിതിവിശേഷം ഉണ്ടാക്കി വെച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞങ്ങളും കൂടി ഇതിന് ഉത്തരം പറയേണ്ട ബാധ്യത വന്നിരിക്കുകയല്ലേ എന്ന് ചോദിക്കും. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പണ്ടൊക്കെ ഇതേപോലെ എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, ഇത് ഞങ്ങളിൽപ്പെട്ടവനല്ല, ഇത് യഥാർത്ഥ ഇസ്ലാം അങ്ങനെയല്ല, എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ വന്നിട്ട് അത് ഞങ്ങൾ അതിനകത്ത് പങ്കില്ല എന്നൊക്കെ പറഞ്ഞൊരു ബാധ്യത എന്തിനാണ് മുസ്ലിങ്ങൾക്ക് വെച്ച് തരുന്നത് എന്നൊക്കെ ചോദിച്ച് നടന്നിരുന്ന ഒരു ബാല്യം അതെനിക്കും ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ വലിയ പ്രശ്നമായിരുന്നു. അതെന്തിനാണ് മുസ്ലിങ്ങൾക്ക് മാത്രം അങ്ങനെ, വേറെ ആർക്കും ബോംബ് പൊട്ടുമ്പോൾ ഒന്നും ഈ പ്രശ്നമില്ലല്ലോ എന്നുള്ളൊരവസ്ഥ. ഇപ്പോൾ കളമശ്ശേരി സ്ഫോടനത്തിൻ്റെ സാധനം വരാനിരിക്കുന്നുണ്ട്, പരിപ്പോടൻ ചായക്കായിട്ട് ഞാൻ വരുന്നുണ്ട്. അതിൻ്റെ അന്വേഷണം ഇൻ്റർപോളിൻ്റെ സഹായത്തോടു കൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. കാരണം അയാൾക്ക് ചില ബന്ധങ്ങൾ അവിടെ സൂചന ലഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ കൂടുതൽ വാർത്ത വരുമ്പോൾ നമുക്ക് സന്തോഷിക്കും. ഇപ്പോൾ ഏതായാലും സന്തോഷമൊന്നും ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, അത് അവിടെ കൊണ്ട് തീരില്ല, ഒരു യഹോവ സാക്ഷിയിൽ നിൽക്കുന്ന സാധനമല്ല എന്നുള്ളത് നമ്മളവിടെ അന്നും ഒരു ചെറിയ സൂചന വെച്ചിരുന്നു. അതിന് അന്വേഷണം വരട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ അത് ഒതുക്കാൻ ശ്രമിച്ചു, പക്ഷേ അതിപ്പോൾ കൂടുതൽ പൊടി തട്ടിയെടുത്ത് അതിൻ്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയിരിക്കുകയാണ്. ഫോൺ സംഭാഷണങ്ങൾ പുറത്ത് ആർക്കൊക്കെയോ അയച്ചിട്ടുണ്ട്, ചില ചിത്രങ്ങൾ പല ആളുകൾക്കും അയച്ചിട്ടുണ്ട്, പല ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ദുബായിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാൾക്ക് ചില അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എന്താണെന്നുള്ളത് വരട്ടെ, അപ്പോൾ നമുക്ക് സന്തോഷിക്കാം, പടക്കം പൊട്ടിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ എവിടെ ഉണ്ടാകുമ്പോഴും അത് മുസ്ലിമാണോ എന്ന ആളുകളെ കൊണ്ട് സംശയിപ്പിക്കാനും, അതായത് ഒരു മീശമാധവൻ സിൻഡ്രോം എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ്, അതായത് ചേക്കിൽ സ്ഥിരമായിട്ട് കളവ് ആരെങ്കിലും നടത്തിയാൽ, ഇനിയിപ്പോൾ വേറെ ആര് വന്ന് കളവ് നടത്തിയാലും അത് മീശമാധവനാണ് എന്ന് സംശയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി വെച്ചത് ആരാണ്? അത് മീശമാധവൻ തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും ഒരു കളവ് നടത്തുമ്പോൾ മീശമാധവൻ ആരെങ്കിലും സംശയിച്ച് കഴിയുമ്പോൾ മീശമാധവൻ പറയുന്നത്, എന്തിനാണ് എല്ലാവരും കൂടി ഇങ്ങനെ മീശമാധവോ ഫോബിയ പറയുന്നത് എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞ മാതിരി നാട്ടിൽ എവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായാലും, ഒരു 10 ഉണ്ടായാലും അതിനകത്ത് 9 എണ്ണം കാക്കാമാരുടെ വകയാവുമ്പോൾ, അവിടെ 11ാമത്തെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതും കാക്കാമാരാണ് എന്ന് സംശയിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി വെച്ചത് ആരാണ്? മീശമാധവനാണ്. അന്നേരം നിങ്ങൾ മീശമാധവോ ഫോബിയ, ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോഴാണ് ഇവിടെ 2 ആംഗിളിൽ ഇത് നമുക്ക് കാണേണ്ടി വരുന്നത്. ഒന്ന്, ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ അത് പുറത്തുനിന്നും വീക്ഷിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയിക്കാനുള്ള വകുപ്പ് ഉണ്ടാവുകയാണ്. എന്ത്? ഇത് കാക്കാമാരാണ് എന്ന്. ഇനി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആംഗിളിൽ നിന്ന് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എന്താണ്? പടച്ചോനെ ഇത് ഞങ്ങളിൽപ്പെട്ടവനാകരുത് എന്ന പ്രാർത്ഥനയായിട്ട് വരുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആമീനും പറഞ്ഞ് 2 സുജൂദും ചെയ്ത് നടന്നിരുന്ന ആ ബാല്യകാലം അത് വിജൃംഭിച്ച് പോവുകയാണ്. ഇതാണ് നമുക്കുണ്ടായിരുന്ന ബാല്യകാലം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആരാണ് ഇതിന് വഴിവെച്ചത് എന്നുള്ളതാണ്. ഈ ബോംബ് പൊട്ടിച്ച ആളുകളല്ലേ ഇതിന് വഴിവെച്ചത്? അവർ ബോംബ് പൊട്ടിക്കാൻ എടുത്തു വെച്ച കാരണമല്ലേ ഇതിന് വഴിവെച്ചത്? ആ കാരണം ഇസ്ലാം ആയതല്ലേ, ഇസ്ലാം എയറിലാകാൻ കാരണമായത്? അതുകൊണ്ടല്ലേ ഇസ്ലാം സമാധാന മതമാണ് എന്ന് നമുക്കിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ടി വരുന്നതും, സമാധാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇന്ന് ആളുകൾ മൂക്ക് പൊത്തിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നതും അതല്ലേ ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ എന്താണ് അതിന് കാരണം? ആരാണ് അതിന് കാരണമെന്ന് നമ്മൾ അന്വേഷിക്കണം. ഇന്നിപ്പോൾ ഇവിടെ ഒരു വിദേശ രാജ്യത്തേക്ക് ഒരു ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി അതിനകത്ത് കിട്ടാനുള്ള സാധ്യത കുറയുന്നു. അതിനകത്ത് നിങ്ങളെ കൂടുതൽ പരിശോധിക്കാനുള്ള സാധ്യത അവിടെ വർദ്ധിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ വരികയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് നമ്മളുടെ ഗ്ലോബ് ട്രോട്ടർ ആയിട്ടുള്ള നമ്മളുടെ മാഹിനോടൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മളുടെ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ്, അയാളോട് എനിക്കൊരു മാപ്പ് പറയാനുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു വീഡിയോ കിട്ടുന്നു. ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിൻ്റെ വീഡിയോ, അയാളുടെ ചിത്രമൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് കേട്ടോ നാട്ടുകാർ പറയുന്നത്. അവരറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. മൂപ്പരേക്കാൾ കൂടുതൽ വ്യൂ നമ്മളുടെ ചാനലിലാണ്. അപ്പോൾ അതുകൊണ്ട് മൂപ്പര പേര് ഉപയോഗിച്ചിട്ട് വ്യൂ കൂട്ടേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വ്യൂ നോക്കാം. നമ്മൾ 200 മില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ക്രോസ് ചെയ്ത് മാഹിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. നമ്മുടെ നാട്ടിലുള്ള പല ഇതേപോലുള്ള തുരപ്പൻ പണിയെടുക്കുന്ന ആളുകളുടെ വ്യൂവിൻ്റെ മുകളിലേക്ക് നമ്മൾ പോയിരിക്കും. ചാനൽ കാക്കാമാർ പൂട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു 2-3 വർഷം കൂടി നമ്മളൊന്ന് കാത്തിരുന്നാൽ മതി.
അതാണ് നമ്മളുടെ ലക്ഷ്യം. അത് നമ്മൾ കൈവരിച്ചിരിക്കും. കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ശക്തിയുക്തം പറയാൻ കഴിയുന്നു, അത് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നു എന്ന് അറിയുമ്പോൾ, അത് വ്യത്യസ്തമാണ് എന്നും വരുമ്പോൾ, അത് പറയേണ്ടതാണ് എന്നും വരുമ്പോൾ നമുക്കത് ഉറക്കെ പറയണം, കൂടുതൽ ആളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതൊരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയാണ്, മാഹിം പറഞ്ഞ എന്താണ്, നമ്മൾ ഇസ്രായേലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു, ചെക്കിങ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ പ്രശ്നമായത്. മാഹിൻ അവിടെ ഒപ്പിച്ച തരികിടയും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. കയ്യിലിരിപ്പ് നന്നായാൽ, ഞാൻ അന്നും പറഞ്ഞാണ്, കയ്യിലിരിപ്പ് നന്നായാൽ ഏത് മുസ്ലിമിനും ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാം. ഇതുതന്നെയാണ് ഞാനിപ്പോഴും പറയാം. അപ്പം എന്തിനാണ് ഞാൻ മാപ്പ് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തിരിച്ചവിടെ നിന്ന് വരുന്ന സമയത്ത് അവിടെയുള്ള ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പല ആളുകളെയും നിർത്തി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് മുന്നേ സഞ്ചരിച്ചിരുന്ന ആളുകളെ വല്ലാതെ ചോദ്യം ചെയ്തു എന്നറിയുന്നു, മാഹീനെ ചോദ്യം ചെയ്തു എന്നറിയുന്നു. എന്നോടൊന്നും ചോദിച്ചില്ല എന്ന് മാത്രമല്ല, തിരിച്ചു പോരാൻ നേരത്ത് അവർ ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്ന് വെച്ചാൽ പാസ്പോർട്ട് കൊടുക്കുന്നു, എന്തെങ്കിലും എന്നോടൊന്ന് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു അക്ഷരം പോലും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനെ ആ സാധനം എനിക്ക് തിരിച്ചു വരുന്നു സീലടിച്ചിട്ട്. ഇങ്ങനെയാണ് ഞാൻ തിരിച്ചുകൂടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ മാഹീൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത്, അവിടെ ഭയങ്കര പ്രശ്നമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ ഉള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? മാഹീനെ പോലുള്ള ആളുകളും മാഹീന് മുന്നേ പോയിട്ടുള്ള ആളുകളും ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുത്തിത്തിരിപ്പ്, അവരുടെ കയ്യിലിരിപ്പ്, നിങ്ങളുടെ കയ്യിലിരിപ്പാണ് നിങ്ങളെ ഈ കൊണ്ടെത്തിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അഥവാ ഇനിയിപ്പോൾ നമ്മളെ ഇതുപോലെ പരിശോധിച്ചാൽ തന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കൂട്ടര് എന്താ ചെയ്യണമെന്നുള്ളത്, മീശമാധവൻ സിൻഡ്രോം നന്നായിട്ട് നമുക്ക് എന്താണെന്ന് അറിയണമുണ്ട്. നമ്മൾ പോകുന്ന എയറോപ്ലെയിനിലും വേറൊരു കാക്കാൻ വന്ന് ബോംബ് പൊട്ടിക്കാനുള്ള സാധ്യത ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് ഏതായാലും പോയിട്ട് ചെക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ പിന്നെ ഇവർ മര്യാദയ്ക്ക് ചെക്ക് ചെയ്താൽ സമാധാനമായിട്ട് കണ്ണടച്ചിരുന്ന് യാത്ര ചെയ്യാലോ എന്നതാണ് നമ്മളുടെ സമാധാനം. ഇതാണ് നമുക്ക് മുന്നോട്ട് പോകാൻ നൽകുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ആലോചിക്കേണ്ട കാര്യം, ഒരാൾക്കൂട്ടത്തിൽ ഒരു അല്ലാഹു അക്ബർ കേട്ട് കഴിഞ്ഞാൽ കാക്കാമാർ വരെ ഓടും എന്ന് നമ്മൾ പറയാറുണ്ട്. എക്സ് മുസ്ലിമായ ഞാൻ പോലും ഓടും, ഓടിയേ പറ്റൂ. അതാണ് നിലവിലെ അവസ്ഥ. അതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് പുതിയൊരു സംഗതി വരുന്നു. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ, അവർ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകൾ, അവർ ഉയർത്തി വെക്കുന്ന ആശയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇതാണിപ്പോൾ ഇവിടെ കാണുന്നത്. ഇനിയിപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ, എവിടെയാണ് ലോകത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒന്ന് കേരളമാണ്. ഒരു സംശയമില്ലാതെ ഞാൻ പറയും. കേരളത്തിന് വെളിയിൽ യോഗി ഭരിക്കുന്ന UP-യിൽ പോലും BJP-യുടെ കുത്തകയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അവിടെ പോലും എക്സ് മുസ്ലിമായിട്ടുള്ള നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ സാധാരണ പറയാനുണ്ട് BJP-ക്കാരാണ് നമ്മൾ ഫണ്ട് ചെയ്യണമെന്നൊക്കെ. BJP-ക്കാർ എൻ്റെ വീഡിയോ 2 എണ്ണം ഇപ്പോൾ തന്നെ ജിയോഗ്രഫിക്കൽ റെസ്ട്രിക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ BJP-ക്കാരുടെ സപ്പോർട്ടൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളികളുടെ ഇടയിൽ കേരളത്തിൽ ജീവിക്കുന്നതാണ് ഒന്നാമത്തെ സുരക്ഷിതമായ താവളം. രണ്ടാമത്തെ സുരക്ഷിതമായ താവളം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റാണ്. മിഡിൽ ഈസ്റ്റിൽ ഇരുന്നുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യങ്ങൾ. ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സൗദി അറേബ്യയും നമുക്കൊക്കെ പോയിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് മാറും. ഇതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഉള്ളത് ഇസ്രായേലാണ്. അവിടെ ഒരു ബോംബ് ഷെൽട്ടർ പോലെ ഒരു സാധനവും പണിത് ഒരു 5 സെൻറ്റ് സ്ഥലവും വാങ്ങിച്ച് ഒരു വീടും വെച്ച് ജീവിച്ചാലോ എന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. കാരണം അവിടെ പോയി കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണത്. കാരണം ഈ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സംഗതിയായാലും ജനാധിപത്യ രീതികൾ ഉള്ള സാധനമായാലും എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ പറയുന്ന അറബികൾ പോലും ജെറൂസലമിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും മുസ്ലിങ്ങളെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അവർ അവിടെ ജീവിക്കുന്നു, എന്നിട്ട് ഇസ്രായേലിനെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ മുന്നേ പറഞ്ഞാണ്, നിങ്ങളുടെ കടയിൽ നിങ്ങൾ എന്തെല്ലാം സാധനങ്ങളാണ് വിൽക്കുന്നത്? ജൂതന്മാരുടെ സാധനം വിൽക്കുന്നു, ക്രിസ്ത്യാനികളുടെ സാധനം വിൽക്കുന്നു, മുസ്ലിങ്ങളുടെ ഖുറാൻ വരെ വിൽക്കുന്നു, അതും പല വേർഷൻസ് ഓഫ് ഖുറാൻ വരെ നിങ്ങൾ വെക്കുന്നു. ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലിന് പകരം അത് ഹമാസ് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോണ സാധനം ഏതെങ്കിലും ഒരെണ്ണം വിൽക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പറ്റില്ല എന്നാണ് പറയുന്നത്. അവർക്ക് കുറേ ഖുറാനും ഇസ്ലാമിൻ്റെ സാധനം അതും ഒരു വേർഷനൊക്കെ ചിലപ്പോൾ വിൽക്കാൻ പറ്റും. ഈ പല വേർഷനൊന്നും അവിടെ വിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതെല്ലാം ഉണ്ടാവുക അവർ ആകാശത്തേക്ക് ഇങ്ങനെ മറ്റേ മുഹമ്മദ് നബി ഈ ബുറാക്കിൻ്റെ മുകളിലേക്ക് പോയ ആ വഴിയെ നോക്കിക്കൊണ്ട് നിന്നു. ഇതാണ് അവിടെ ഉണ്ടായത്. ഇതിനപ്പുറത്തേക്കൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാട് കയറി പോവാണ്, ഈ ആവേശം കൊണ്ടാണ്, മാപ്പാക്കണം. അപ്പോൾ ഇതിൽ ഈ ഡോക്ടർമാർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നഴ്സുമാർ ചെയ്ത ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഇംപേഴ്സണേറ്റ് ചെയ്തു. ഇവർ ഡോക്ടറാണെന്ന് പറഞ്ഞ് ഇംപേഴ്സണേറ്റ് ചെയ്യാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്.
അതിപ്പോൾ ഹോമിയോ ഡോക്ടർമാരായാലും എടുക്കൂട്ടോ, അത് വേറെ കാര്യം. എന്തായാലും ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഏതായാലും അതിൻ്റെ ഒരു ആധുനിക രൂപമുണ്ട്. ആ ആധുനിക രൂപം എന്ന് പറയുന്നത് നമ്മൾ വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ അവർ ഒരു ഡിക്ലറേഷൻ ആക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാധനമാണ് ഡിക്ലറേഷൻ ഓഫ് ജനീവ എന്നാണ് പറയുക. നമ്മളുടെ ജനീവ ഉടമ്പടി എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ അടിമത്തത്തിൽ നമ്മൾ പറയാറുള്ള പോലെ മറ്റൊരു സാധനം. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ഐ വിൽ നോട്ട് പെർമിറ്റ് കൺസിഡറേഷൻസ് ഓഫ് ഏജ്, ഡിസീസ് ഓർ ഡിസബിലിറ്റി, creed, ethnic origin, gender, nationality, political affiliation, race, sexual orientation, social standing or any other factor to intervene between my duty and my patient. ഇതാണ് നമ്മളുടെ ഒരു പ്രഖ്യാപിത ഒരു നിലപാടെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇവരെന്താ ചെയ്തത്? ഈ സാധനത്തെ വയലേറ്റ് ചെയ്യാണ് ചെയ്തത്. ഇതിനെ കാറ്റിൽ പറത്തുകയാണ് ചെയ്തത്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം സമൂഹത്തിൽ പ്രശ്നമാവുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മുന്നിൽ ഒരു ഘട്ടം വരികയാണ്. ആ ഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ നിയമം ഒരു വശത്തും മനുഷ്യനെ ബാധിക്കുന്ന, മനുഷ്യൻ മുന്നിൽ വെക്കേണ്ട ആധുനിക ഒരു മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമവും അവിടെ വരുന്നു. അത് തമ്മിൽ ഒരു മാറ്റുരയ്ക്കുന്ന ഒരു ഘട്ടം വന്നാൽ ഒരു മുസ്ലിം അവൻ യഥാർത്ഥ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ എന്താണ് പറയുന്നതെന്ന് അറിയുന്ന ഇഗ്നറൻ്റ് അല്ലാത്ത ഒരു മുസ്ലിമാണ്, ഒരു ലേൺഡ് മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ, ജിഹാദി ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ, ഒരു ലേൺഡ് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അവൻ തിരഞ്ഞെടുക്കുക ഈ പറയുന്ന ഇസ്ലാമിൻ്റെ നിയമമായിരിക്കും. അവൻ തള്ളിക്കളയുക ആധുനിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ നിയമത്തെയാണ് അവൻ തള്ളിക്കളയുക. അതവൻ ചുവറ്റുകുട്ടയിലേക്ക് ഇടും. നമ്മളെന്താ പറയുന്നത്? മതം അത് മുന്നോട്ട് വെക്കുന്ന മൂല്യം ആധുനിക മൂല്യത്തിന് താഴെയാണ് വരേണ്ടത്. അത് എത്ര മുന്തിയ സാധനമായാലും ശരിയെന്നേ നമ്മൾ പറയുള്ളൂ. കാരണം എന്താണ്? അങ്ങനെ മുന്തിയ സാധനം നിങ്ങൾക്ക് ഒന്നാമത് എടുക്കാൻ കിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് മികച്ച രൂപത്തിൽ നമ്മൾ ആധുനിക മൂല്യത്തിൽ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അതല്ലാത്ത നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മതത്തിനകത്തുള്ള തെറ്റായ സംഗതികൾ നമ്മൾ എടുത്ത് പള്ളേക്കളയണമെന്ന് നമ്മൾ പറയുന്നത്. സ്ത്രീ വിരുദ്ധമായത് അല്ലെങ്കിൽ മാനവിക വിരുദ്ധമായത്, അടിമത്തം സംബന്ധിച്ചിട്ടുള്ള വിഷയം അവിടെ ചർച്ചയാവുന്ന അവിടെയാണ്. അതൊക്കെ ഇവർ പ്രിസണേഴ്സ് ഓഫ് വാറൊക്കെ വെച്ചിട്ട് അവിടെ ന്യായീകരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഏതായാലും അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഏതായാലും ഇവിടെ ഏതാണ് ആ ഇസ്ലാമിലെ നിയമം? അതായത് ഈ നഴ്സുമാർ ജിഹാദിയാണോ അല്ലയോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അവർക്കൊരു നിയമം അറിയാമായിരുന്നു. ഏതാണ് ആ നിയമം? ഇസ്ലാമിൽ ഏത് നിയമമാണ് അവരവിടെ പാലിച്ചത്? ആ നിയമം അവർ മാത്രം പറഞ്ഞതാണോ? അത് ഇവർക്ക് എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ച് അവർ ഒപ്പിച്ച സാധനമാണോ? അങ്ങനെ ഒരു സാധനം യഥാർത്ഥത്തിൽ ഇസ്ലാമിലുണ്ടോ? ഇത് പറയുന്ന ആളുകളൊക്കെ ജിഹാദികളാകുമോ? ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. സാധാരണ വിശ്വാസികൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങൾ ചോദിക്കണം, സ്വയം ചോദിക്കണം. ഈ പലസ്തീനിയനായിട്ടുള്ള ഇപ്പോൾ നമ്മൾ കണ്ട ആ വ്യക്തികൾ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ആ വ്യക്തികൾ ഒരാൾ ലെബനീസ് ആണെന്നാണ് അറിയുന്നത്. രണ്ടാമത്തെ ആ പയ്യൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന് ഓസ്ട്രേലിയയിൽ അഭയം പ്രാപിച്ച് അവിടുത്തെ സിറ്റിസണായി മാറിയ ഒരു ചങ്ങാതിയാണ്. അതായത് ഒരു റെഫ്യൂജി ആയിട്ട് വന്ന് ഓസ്ട്രേലിയയിൽ വന്ന് പഠിച്ച് അവിടെ പഠിക്കാനൊന്നും സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് കാഫിറിൻ്റെ കാലുമ വീണിട്ട് അവരവസരം കൊടുത്തിട്ട് അവിടുന്ന് പഠിച്ച് കയറി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള നെകളിപ്പ്, അവന് ഈ എല്ലിൻ്റെ ഇടയിൽ കയറിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അൽ കുത്ത്, അതാണിപ്പോൾ നമ്മളിവിടെ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൻ പുറത്തെടുത്ത സാധനം എന്താണ്? അത് ആൻറ്റിസെമിറ്റിസാണ് എടുത്തത്, അതായത് ജൂതവിരുദ്ധത. അപ്പോൾ ഈ ജൂതവിരുദ്ധത എവിടെ നിന്ന് വരുന്നു? ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഒരു ജൂതനെ വെറുക്കണം, ജൂതരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ മുന്നിൽ വന്നാൽ അവനെ കൊല്ലണം എന്ന ആ ഇൻസ്ട്രക്ഷൻ അവൻ എവിടെ നിന്ന് കിട്ടി? അത് ഇസ്ലാമിൽ എവിടെയാണ് ഉള്ളത്? ഇത് പറയുമ്പോൾ അത് എക്സ് മുസ്ലിങ്ങൾ പഠിച്ചുണ്ടാക്കുന്നതാണ്, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല, അത് നിങ്ങൾ എവിടുന്നോ പൊക്കിക്കൊണ്ട് വരുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. പള്ളി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എവിടെ നിന്നാണ് ആ സാധനം വന്നത് എന്നാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്, എവിടെയാണ് ഇസ്ലാമിൽ അതുള്ളത് എന്ന്. നിങ്ങൾക്ക് കണ്ടിട്ടുള്ള സാധനമൊക്കെ ആയിരിക്കും, എന്നാലും ഒരു ബിൽഡപ്പൊക്കെ കൊടുത്ത് പറയണമാണല്ലോ അതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് പറയാണ്, ഇസ്ലാമിലുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ജൂതനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന്. നിങ്ങൾ എത്രയൊക്കെ അന്യമത സൗഹാർദ്ദമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാലും ശരി, ജൂതമതത്തിൽപ്പെട്ടവനെ കണ്ടാൽ, അതിപ്പോൾ നിങ്ങൾ അയൽവാസി ആയാലും ശരി, നിങ്ങൾ അയൽവാസിക്ക് എന്തോ ബിരിയാണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യമാണിത്. ശരി, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന് ബിരിയാണി വയറ് നിറച്ചും കൊടുക്കാത്തവൻ ഞമ്മളിൽപ്പെട്ടവനല്ല എന്ന് നിങ്ങൾ പ്രസംഗിച്ച് നടക്കുന്ന ആ ആളോട് നിങ്ങൾ ചോദിക്കുക, ആ അയൽവാസി ജൂതനാണെങ്കിലോ എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അവർ ചോദിക്കും, നമ്മളെ മീശമാധവനിൽ കണ്ട മാതിരി വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കണ മാതിരി, അയൽവാസി ജൂതനാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക എന്ന് മൊയിലാരെ എന്ന് ചോദിക്കുന്ന അവസ്ഥ. അപ്പോൾ പറയും, അതിപ്പോൾ അങ്ങനെയൊന്നും നോക്കണ്ട, അയൽവാസി ജൂതനാണെങ്കിലേ അവനങ്ങോട്ട് തട്ടിയാളാ, ഇങ്ങനെ അങ്ങോട്ട് ചെയ്താളാന്ന് പറയും. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് ജൂതനോട് നിങ്ങൾക്ക് സലാം പറയാൻ പറ്റില്ല,
നിങ്ങളൊരു വഴിയെ നടന്നു പോകുമ്പോൾ എതിരെ ഒരു ജൂതനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവന് വഴി ഇടുക്കി കൊടുക്കണം. ഇതാണ് ഇസ്ലാമല്ലേ. ഹദീസും മണ്ണാങ്കട്ടയൊക്കെ വേണ്ട ആളുകൾക്ക് പിന്നീട് വരാം, തെളിവൊക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, തെറ്റാണെന്ന് ആർക്കെങ്കിലും തെളിയിക്കണമെന്നുണ്ടെങ്കിൽ തെളിയിച്ചോ. പക്ഷെ നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നു, ചലഞ്ചാണ്. ആർക്ക് വേണമെങ്കിലും ഇത് തെറ്റാണെന്ന് തെളിയിക്കാം. ഇതുവരെ ഒരു ഉസ്താദ് പോലും അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ പറയുന്നത്, നിങ്ങൾ അയൽവാസി പട്ടിണി കിടക്കുന്നവന് ബിരിയാണി മൂക്കറ്റം കൊടുക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പറയുമ്പോൾ, അയൽവാസി ജൂതനാണെന്നുണ്ടെങ്കിൽ അവനെ പട്ടിണിക്കിട്ട് കൊല്ലണമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എങ്ങനെ? അയൽവാസി ജൂതനാണെങ്കിൽ അവനെ തട്ടിയേക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ജൂതനോട് ഒരു സമരസപ്പെടലുമില്ല. അത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ത്യനാൾ സംഭവിക്കുന്ന ആ വേളയിൽ അവിടെ ഒരു യുദ്ധം വരും. ആ യുദ്ധത്തിൽ മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമായിരിക്കും, പൊരിഞ്ഞടി. ആ പൊരിഞ്ഞടിയുടെ സമയത്ത് ജൂതൻ കല്ലിൻ്റെയും മരത്തിൻ്റെയൊക്കെ പിന്നിൽ ഒളിക്കും. അങ്ങനെ ചെന്നാൽ മതി, കല്ലിൻ്റെയും മണ്ണിൻ്റെയൊക്കെ പിന്നിൽ ഒളിക്കാൻ. അങ്ങനെ ഒളിക്കുന്ന സമയത്ത് കല്ലും മരങ്ങളൊക്കെ വിളിച്ച് പറയും, ഓ മുസ്ലിമേ, എൻ്റെ പിന്നിലൊരു ജൂതൻ ഒളിച്ചിരിക്കുന്നു, ഇതാ വന്ന് വെട്ടിക്കൊല്ല് എന്ന് പറയും. അപ്പോൾ അവന് മുസ്ലിമിന് പോയിട്ട് ഇവിടെ പാടാ എന്നെ നമ്മളിപ്പോൾ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ അല്ലാഹു അക്ബർ വിളിച്ചിട്ട് വെട്ടാം. പക്ഷേ ഒരു മരം അവനെ സംരക്ഷിക്കും. ആ മരത്തിൻ്റെ പേരാണ് ഗർക്കത് മരം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ പറയും അത് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഇസ്ലാമോഫിയർ അല്ലെങ്കിൽ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ളൊരു സാധനം നമുക്ക് കേട്ടുകളയാം. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കണതാണ്. ഈ സാധനം ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാണോ ഇസ്ലാമിലുള്ളത്, അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അതായത് ജൂതനെ നിങ്ങൾ വെറുക്കണമെന്ന് പഠിപ്പിക്കാൻ എന്ത് കാരണമാണ് നിങ്ങൾക്കുള്ളത്? ജൂതൻ എന്തെങ്കിലും ആരെങ്കിലും മൂട്ടിൽ പോയിട്ട് വെടി പൊട്ടിച്ചോ, എവിടെയെങ്കിലും ബോംബ് പൊട്ടിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. അവരെന്തെങ്കിലും അവരുടെ കിതാബിൽ വളരെ ക്രൂരമായ എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് ജീവിക്കുന്ന ഒരു വലിയ സമൂഹം അവരുടെ ഇടയിലുണ്ട്. ഒരു ചെറിയ ശതമാനമാണ് ഈ അൾട്രാ ഓർത്തഡോക്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന ജൂതന്മാരും അവർ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ന് ലോകത്തെ നമ്പർ 1 ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്ത് കഴിയുമ്പോൾ അതിനകത്തൊരു പ്രധാന പങ്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനം വഹിക്കുന്ന രാജ്യം കൂടിയാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കുന്നത്? കാരണം അവർ മതത്തിൽ നിന്നും അകന്ന് മതമൂല്യങ്ങൾക്ക് മുകളിൽ, അത് മതത്തിൻ്റെ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ്. എൻ്റെ ഒരു ഫോട്ടോ നമ്മളുടെ റബേക്കയുടെ വീട്ടിൽ വെച്ചിട്ട് ശബത്ത് ഡിന്നർ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എൻ്റെ കരിയർ എൻഡിങ് ഫോട്ടോ ആയിരിക്കും. ഞാൻ ശബത്ത് ഡിന്നർ കഴിക്കുന്ന ഫോട്ടോ ആണ്. ജൂതമതത്തോട് എനിക്ക് ഭയങ്കര പ്രേമെന്നാണ് പറയുന്നത്. ഞാൻ പ്രേമിച്ച് പോകും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതം എടുക്കേണ്ടടുത്ത് എവിടെ എടുക്കുന്നു, അത് മാറ്റി വെക്കേണ്ടടുത്ത് എവിടെ മാറ്റി വെക്കുന്നു എന്ന് കാക്കാമാർ കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ ഒരു കൂട്ടം മതം ഉണ്ടെങ്കിൽ അത് ജൂതന്മാർ തന്നെയാണ്. ഒന്നാമത്തെ മതം ഏതാണ്? അത് ഹിന്ദു മതമാണ്. അവർ എടുക്കേണ്ടടുത്ത് എടുക്കും, വേണ്ടാത്തടുത്ത് അത് മാറ്റി വെക്കും. അത് അവരുടെ പേഴ്സണൽ അഫെയറാണ്. അങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാക്കാമാർ അങ്ങനെയല്ല. കാക്കാമാർക്ക് അപ്പിയിടണമെങ്കിൽ ഏത് കാലമിലേക്ക് ഇരിക്കണം എന്ന് വരെ ഉസ്താദിനോട് ഫോൺ വിളിച്ച് ചോദിക്കുന്ന അവസ്ഥയാണ്. ആ നിലയിൽ നിന്നും മാറി മതത്തെ മതമായിട്ടും ജീവിതത്തെ ജീവിതമായിട്ടും കാണുന്ന നിലയിലേക്ക് മാറണമെങ്കിൽ നിങ്ങൾ കുറച്ച് മെനക്കെടണം. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ വേണ്ടി വരും. അതാണ് ജൂതമതം ഒരു ഉദാഹരണമാണ്. എങ്ങനെയാണ് അവർ മതത്തിന് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതൊരു വശം തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന സാധനം, ഇത് കേട്ട് കഴിയുമ്പോൾ അതിനെ നമ്മൾ പറയുക, ഇതിന് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ പോരാ, ഇതിനെ ഇസ്ലാമോഫിയർ എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. കാരണം അങ്ങനെ ഒരു ആശയം ഇസ്ലാമിലുണ്ടെങ്കിൽ ഭയക്കണം. അപ്പോൾ ഇസ്ലാമിൽ അതുണ്ടോ ഇല്ലേ അത് നമുക്ക് കാണാം. ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, ഭയക്കണമെന്ന് ഞാൻ പറയുന്നു. ഇനി ഇത് പറയുന്ന സമയത്ത് ഇപ്പോൾ ഈ നമ്മളുടെ നേഴ്സുമാരായിട്ടുള്ള രണ്ടുപേരും പറഞ്ഞ സാധനം അത് ഇസ്ലാമിലുള്ളതാണോ അല്ലേ, അത് ഇസ്ലാം തന്നെയാണ് എന്നും കൂടിയാണ് നമ്മൾ പറഞ്ഞു വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിനെ ഇങ്ങനെ ഒരു ആശയമുള്ള ഭയക്കേണ്ടതായിട്ടുള്ള, കടിച്ച മുറിവ് വരും, വലിയ രോഗം പിടിപെടും, വൈറസ് പോലെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, അതൊരു പേപ്പട്ടി മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ പറയുമ്പോൾ, ജഡ്ജസ് പ്ലീസ് നോട്ട്, നമ്മൾ പറയുന്നത് ഇത് ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നു. സാധാരണ ഇതിലൊന്നും ഒരു ചിന്തയുമില്ലാതെ അന്നന്നത്തെ ജീവിതം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സാധാരണ മുസ്ലിമിൻ്റെ ജീവിതം പോലും അപകടത്തിലാക്കുക, അവൻ്റെ അവസരങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരം അധ്യാപനങ്ങളുള്ള ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിനെ നമ്മൾ പേപ്പട്ടി മതം എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വാദം കേൾക്കാൻ പോകുന്ന എൻ്റെ ജഡ്ജ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ഈ പറയുന്ന ജൂതവിരുദ്ധത ഉണ്ടാക്കുന്നതിൽ ഉസ്താദിന് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടുകളയാം. ഉസ്താദ് ഓൺ ദ സ്റ്റേജ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സാഅതു ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്. ഖിയാമത്ത് സംഭവിക്കുകയില്ല, മുസ്ലിമീങ്ങളും യഹൂദികളും ജൂതന്മാരും ഏറ്റുമുട്ടുന്നത് വരെ. ഫയഖ്തുലുഹുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും, അവരെ വധിച്ചുകൊണ്ടിരിക്കും. ഹത്താ യഖ്തബിഉൽ യഹൂദി
അന്ന് ജൂതൻ ഒളിക്കും വറാ അഷ്ഷജരി വൽ ഹജർ, മരത്തിന്റെയും കല്ലിന്റെയും പിന്നിൽ, മരത്തിന്റെയും കല്ലിന്റെയും പിന്നിൽ. ഫയഖൂലുൽ ഹജറു അവിഷ്ഷജറു യാ മുസ്ലിമു യാ അബ്ദല്ലാ, അന്ന് കല്ലും മരവും വിളിച്ചു പറയും, ഏ മുസ്ലിമേ, ഏ അള്ളാഹുവിന്റെ ദാസ, ഹാദാ യഹൂദിയുൻ ഖൽഫി, എന്റെ പിന്നിൽ ഒരു ജൂതൻ യഹൂദി ഒളിച്ചിരിക്കുന്നു, ഫഖ്തുൽഹു, നീ ആ മനുഷ്യനെ കൊന്നുകളയൂ എന്ന് മരവും അതുപോലെ കല്ലും ഹജറും ഷജറും വിളിച്ചു പറയും. ആ സമയത്താണ് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം നടക്കുന്നത് എന്ന് പരിശുദ്ധമായ വചനങ്ങൾ നമുക്ക് സന്തോഷവാർത്ത നൽകുന്നുണ്ട്. പക്ഷേ അന്ന് ഒരു മരം വിളിച്ചു പറയില്ല. ആ മരം ഇല്ലൽ ഗർഖദ, അത് ഗർഖദ് എന്ന് പറയുന്ന മരമാണ്. അത് ഫഇന്നഹു മിൻ ഷജരിൽ യഹൂദ്, അത് ജൂതന്റെ മരമാണെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഗർഖദ് എന്ന് പറയുന്ന മരം അത് ജൂതന്റെ മരമാണ്. ആ മരം വിളിച്ചു പറയില്ല. ബാക്കി എല്ലാ മരങ്ങളും ജൂതന്മാർ ഒളിക്കുമ്പോൾ വിളിച്ചു പറയും എന്ന് ഈ ഹദീസ് നമുക്ക് കേട്ടല്ലോ. ഏതോ ഒരു പ്രവാചകൻ എന്തോ ഒരു വേട്ടാവളിയത്തരം വിളിച്ചു പറഞ്ഞു, അതും പൊക്കി പിടിച്ചാൽ നടക്കുന്നത്. ഇതാണ് സത്യത്തിൽ ഈ ജൂതരോട് കാണിക്കുന്ന ഈ വെറുപ്പിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്, ജൂതവിരുദ്ധതയുടെ ഉറവിടം. ഇത് ഒരു ചെറിയ ഉദാഹരണം, ഒരെണ്ണം പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെ അനേകം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതായത് അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ ആട്ടി ഓടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കാണാം. അതുപോലെ പലതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജൂതർ വന്നിട്ട് നിങ്ങളോട് സലാം പറയുമ്പോൾ അത് തിരിച്ചു പറയരുത് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ എതിരെ നടക്കുന്ന സമയത്ത് ജൂതൻ വന്നാൽ ക്രിസ്ത്യാനി വന്നാൽ അവർക്ക് വഴി ഇടുക്കി കൊടുക്കണം എന്ന് പറയുന്നത്, അങ്ങനെ ഇഷ്ടം പോലെ കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി അയൽവാസിക്ക് പട്ടിണി കിടക്കുമ്പോൾ അവരെ ജൂതനാണെങ്കിൽ അവനെ പട്ടിണിക്ക് ഇടണം എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ആകത്തുക. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വരും, അങ്ങനെ എവിടെ എഴുതി വെച്ചിരിക്കണമെന്ന്, ഇതെല്ലാം കൂടി കൂട്ടി വെച്ച് നമ്മൾ ഒന്ന് അസസ് ചെയ്ത് നോക്കുമ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ കണ്ടു ജൂതൻ്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ എന്തോ ഭയങ്കര ബഹുമാനം കാണിച്ചത്, അത് നമ്മൾ കണ്ടു. അത് നമ്മൾ ഒക്ടോബർ 7 ജൂതന്മാരെ കൊന്ന് തിരിച്ച് ട്രക്കിലിട്ടുകൊണ്ടോ അവർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അവർ ആ ശവത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ അല്ലാഹു അക്ബർ വിളിക്കുന്ന ആ ഒരു ബഹുമാനം കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ബഹുമാനം കൊണ്ടാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. മയ്യത്തിനോടുള്ള ജൂതൻ്റെ മയ്യത്ത് അത് ഭയങ്കര ബഹുമാനിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് ക്ഷമിച്ചു കൊടുക്കും, അവർ പാവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇനി നിങ്ങൾ പറയുക, ഇതിപ്പോൾ ഞാനല്ല പറഞ്ഞത്, ഇത് ഉസ്താദ് തട്ട ഉസ്താദിനുണ്ട്, എനിക്കുണ്ട്. രണ്ടും തട്ടാണ്. കള്ളി കുറച്ച് എനിക്ക് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ കള്ളി കുറച്ച് കൂടുതലുള്ളവനാണെന്നാണ് പറയുന്നത്. പോട്ടെ, ഏതായാലും കള്ളി എനിക്കുണ്ട്, ഉസ്താദിനുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, ഇതിലെന്താ വ്യത്യാസം? ഇത് ഞാൻ പറയുമ്പോൾ അത് ഉണ്ടാക്കി പറയുന്നതും ഉസ്താദ് പറയുമ്പോൾ അത് മാഷാ തള്ള എന്ന് പറയുന്ന അവസ്ഥയും ഇതെങ്ങനെ ശരിയാവുക? അത് പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു സാധനം ഇസ്ലാമിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച്, അത് ഉണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുണ്ട്. അത് മുസ്ലിങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരണം. അത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. അത് മതഭേദമന്യേ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ മതമില്ലാത്തവനായിക്കോട്ടെ, നിങ്ങളത് എത്തിച്ചു കൊടുക്കുക. അവരേതായാലും വന്നിട്ട് നമുക്ക് ആരിഫ് ഹുസൈൻ്റെ ചാനലുണ്ട്, അവിടെ പോയി ഇച്ചിരി മതം പഠിച്ചു കളയാമെന്നും പറഞ്ഞ് ആരും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്തിട്ടായാലും എങ്ങനെയായാലും കുഴപ്പമില്ല, അത് അവരിലേക്ക് എത്തുന്ന സമയത്ത് അവർ കാണുമ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവും, ഇവൻ എന്താ ഇങ്ങനെ പറയണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വെളിവ് വീഴും. അവർ ചിലപ്പോൾ എൻ്റെത് കേൾക്കാൻ ബുദ്ധിമുട്ടിയിട്ട് അവർ ചിലപ്പോൾ ലിയാക്കത്തിൻ്റെ പോയി കേൾക്കും, അല്ലെങ്കിൽ ജബ്ബാർ മാഷിനെയൊക്കെ കേൾക്കും. അതോടുകൂടി ഗെയിം ഓവറാണ്. അപ്പോൾ ഇവർക്കൊരു നിർബന്ധിതാവസ്ഥ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതാണ് എൻ്റെ പണി എന്ന് പറയുന്നത്. ഇത് കൂടുതൽ ആളിലേക്ക് പെട്ടെന്ന് എത്തിച്ച് ഇത് അന്വേഷിക്കണം എന്നുള്ളൊരു നിർബന്ധിതാവസ്ഥ, അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവണം. ഇതെന്താ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ എന്ന ചിന്ത വരണം. ഉപദേശിച്ചാലൊന്നും ഇത് നേരെയാവില്ല. അതിന് ഈ പറയുന്ന ഒരു ശാസനയുടെ ഒരു രൂപം അവിടെ വരുമ്പോൾ, ഒരു കളിയാക്കലിൻ്റെ ഒരു രൂപം വരുമ്പോഴാണ് ആ ചിന്ത വരുള്ളൂ. ഈ പബ്ലിക് ഷെയ്മിങ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് അതാണ്. ഒരു ഡുവൽ-എഡ്ജ്ഡ് ഒരു സോഡാണ്, പക്ഷെ എന്നാലും അത് സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ പണി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉസ്താദിനോട് പോയി ചോദിക്കുക. എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഉസ്താദിനെ പോയി അറിയിക്കുക. എൻ്റെ മക്കട്ട് തലയിലോട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഉസ്താദ് പറഞ്ഞു തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൽ ഇദ്ദേഹം പറഞ്ഞു ഗർഖദ് മരം. ആ ഗർഖദ് മരം ജൂതന്മാരുടെ എന്തോ വലിയ സാധനമാണെന്നൊക്കെയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ഇതേപോലെ കുറേ പോസ്റ്ററൊക്കെ അടിച്ച് ഇതേപോലെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ പിന്നിലൊരു വലിയ കള്ളമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ ഗർഖദ് മരമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പക്ഷേ ഇത് ഗർഖദ് ആണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അവർ തന്നെ
ഇതിന് വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. അതിൻ്റെ ഒരു കള്ളം പൊളിക്കൽ അത് നമുക്ക് അവസാനം ചെയ്യാം. അതിനു മുന്നേ ഇതിൽ എഴുതിയിരിക്കണമെന്ന് വായിച്ചേക്കാം. ഔസാജ് ഈസ് ദ അറബിക് നെയിം ഓഫ് ലൈസിയം ഷാവി ട്രീസ്. ഇതാണ് നമ്മളെ ഗർക്കത്ത് മരത്തിൻ്റെ ശാസ്ത്രനാമം. ബട്ട് അറബ്സ് യൂസ് ദ വേർഡ് ഗർക്കത്ത് ഓൺലി ടു ഡിസ്ക്രൈബ് ദ ലാർജ് ലൈസിയം ട്രീസ്. The thorny Auzaj, അതായത് ഗർക്കത്ത് member of the nightshade Solanaceae family, has violet flowers and small spherical red and orange berries. The Prophet declared Gurkat as the tree of the Jews in his prophecy Hadith, in which he predicted that the day of judgment will not arrive until the Muslims fight the Jews and kill them, until the Jews hides behind the stones and the trees, and each stone or tree will say, O Muslim, O servant of God, there is a Jew, servant of God, Allah, servant of Allah, there is a Jew hiding behind me, come and kill him, except from the Gurkat, which is the tree of the Jews. ഒന്നാമത്തെ കാര്യം, ഇത് ജൂതന്മാരുടെ മരമല്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. The prophecy Hadith was widely circulated during the Arab-Israeli conflict and after the establishment of the state of Israel in 1948. The strange thing is the fact that the Israelis are showing increasing interest in planting such kind of thorny trees all over Israel. ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ടാകണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുമെന്ന് മുഹമ്മദ് നബി പ്രവചിച്ചുകൊണ്ടും കൂടിയാണ് അത് ഇസ്രായേലിൽ അവർ നട്ട് പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഞാനിത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇസ്രായേൽ പോയപ്പോൾ അവിടെ കണ്ട ജൂതന്മാരോടും അവിടെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരോട് വരെ ഞാൻ ചോദിച്ചു, കണക്റ്റഡായ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ആളുകളോടൊക്കെ. അവരാരും ഈ സാമാനം അവിടെ കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ജൂതന്മാർ ഇങ്ങനെ ഒരു സാധനം നട്ട് വളർത്താനും പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം അതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ നുണ പൊളിക്കുമ്പോൾ നമുക്ക് പറയാം. ഏതായാലും ഇതാണ് ഈ ഇസ്ലാമിന് എന്തുകൊണ്ട് ജൂതവിരോധം ഉണ്ടാകുന്നു, അതെങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്, ഏത് വിധേനയാണ് സാധാരണ മുസ്ലിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം. ഇനി ഇത് ഇവിടെ തീരുന്നില്ല. ഇത് ഓരോ വെള്ളിയാഴ്ചയും പള്ളിയിൽ പ്രസംഗിക്കുന്ന വേളയിൽ ഇത് പലപ്പോഴും പറയുന്നു. പ്രത്യേകിച്ച് ഈ സംഭവം ഉണ്ടായിക്കഴിയുമ്പോൾ, ഇപ്പോൾ 1.5 വർഷമായിട്ട് ഇവിടെ 2 വർഷത്തോളമായിട്ട് യുദ്ധമാണ്. ഈ 2 വർഷവും ഓരോ വെള്ളിയാഴ്ചയും പ്രാർത്ഥിക്കുമ്പോൾ ഇത് വരും. ഈ ജൂതന്മാർക്കെതിരെയുള്ള പ്രാർത്ഥന വരും, അവരെ നശിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന വരും, ഇത് അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന വരും. അല്ലാഹുമ്മ ഐസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ ചേർത്താണ് ഇതുപോലുള്ള സാധനങ്ങൾ കൂടി ചേർത്തിട്ട് അവർ പറയുക. എന്താണ് ആകത്തുക? ജൂതന്മാരെ ഇല്ലാതെയാക്കണം. ഫിലിസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ചെവി ഓർക്കുക, എന്തോ പറയുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇതാണ് അതിൻ്റെ കഥ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാമിലെ കഥ. ഇത് നമ്മൾ ഇതിലൂടെ പോയിട്ടുള്ള ആളാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ ഇസ്ലാമും ഈ ജൂതന്മാരുമായിട്ടുള്ള ഈ വിരോധം അത് ഇന്നോ ഇന്നലെ തുടങ്ങിയില്ല. മുഹമ്മദ് നബി തുടങ്ങി വെച്ചതാണ് നമ്മൾ കണ്ടത്. ഇനി അതിനുശേഷം ഇത് എങ്ങനെയാണ് ഒരു പ്രാവർത്തികമാകുന്ന ഒരു ലെവലിലേക്ക് വന്നത്? ഒരുപാട് കാലം മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം ഒരുപാട് കാലം അവിടെ വേറെ കുറേ ആളുകളാണ് ഭരിച്ചിരുന്നതും അവിടെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിരുന്നു. മുഹമ്മദ് നബി തന്നെ ബനു ഖുറൈല കൂട്ടക്കൊലയൊക്കെ നടത്തിയത് നമുക്കറിയാം. ജൂതഗോത്രമാണ്. അവിടെ കുട്ടികളുടെ മുണ്ട് പൊക്കി നോക്കിയിട്ട് രോമ വളർച്ച ഉണ്ടോ എന്ന് നോക്കി ഉള്ള ആളുകളെ തലവെട്ടിയതിൻ്റെ ഹദീസും മണ്ണാങ്കട്ടയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, എന്താണ് ബോയ്സ് പ്യൂബിക് ഹെയർ കിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഈ sunna.com ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ ഹദീസൊക്കെയാണ് കയറി വരിക. കീവേഡ്സൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ച്, ചിലത് പറയുമ്പോൾ പ്രശ്നമാണ് ഇവിടെ വീഡിയോയ്ക്ക്, അതുകൊണ്ടാണ് എല്ലാം പറയാത്തത്. ഏതായാലും ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. ഏതായാലും ഈ പറയുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് വന്ന ഒരു കാലഘട്ടമുണ്ട്, നമ്മളുടെ ആധുനിക കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളെടുത്ത് പറയുന്ന ഒരു വ്യക്തിയാണ് ജെറൂസലമിൻ്റെ മുഫ്തിയായിട്ടുള്ള ഹുസൈനി എന്ന് പറയുന്ന ചങ്ങാതി. ഈ ഹുസൈനി എന്താ ചെയ്തത്? ഹുസൈനിക്ക് വലിയ ഒരു വിരോധം, ജൂതവിരോധി തന്നെയായിരുന്നു ഇദ്ദേഹം അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഒന്ന് കണ്ടിട്ട് ഉടനെ വരാം.
ഇതാണ് ആ മുതൽ. ചാവണത് വരേക്കും ജൂതവിരുദ്ധത പറഞ്ഞു നടന്ന ഒരു ചങ്ങാതി, അയാളെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് മാത്രമൊന്നുമല്ല, പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു സാധനം, ഇത് പണ്ട് നമ്മളൊക്കെ ഷെയർ ചെയ്ത് നടന്നിട്ടുള്ളതാണ്. നമ്മളുടെ ആ ഒരു ചാബല്യം, ബാല്യത്തിൻ്റെ ചാബല്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം. ഇതിൽ ഹിറ്റ്ലർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയാത്തൊരു കാര്യമാണെന്നാണ് അറിയുന്നത്. എന്താ പറഞ്ഞത്? ഞാൻ കുറച്ച് ജൂതന്മാരെ കൊല്ലാതെ വെറുതെ വിട്ടത്, എന്തിനാണ് ഞാൻ അവരെ കൊന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു പോസ്റ്ററും പൊക്കി പിടിച്ചിട്ട് കാക്കാമാർ നടക്കും. ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ദിവസമൊക്കെ പ്ലേ ചെയ്തിട്ടുള്ള ചില കോയ കോളിങ്ങും അതുപോലുള്ള താത്ത കോളിങ്ങിലൊക്കെ നിങ്ങൾ കണ്ടു. ഇവരെന്താ പറയുന്നത്? ആളുകൾ മരിക്കുന്നതിലാണ് ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ട് ആളുകൾ മരിക്കുന്നു? അതിന് യുദ്ധത്തിലേക്ക് വഴിവെച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂതവിരുദ്ധത. ആ ജൂതവിരുദ്ധതയെ ന്യായീകരിക്കാൻ വേണ്ടി ലോകം തള്ളിക്കളഞ്ഞ, ലോകം ഏറ്റവും കൊടും ഭീകരനായിട്ട് കണ്ട ഒരു ഏറ്റവും വലിയ ഒരു കൊലപാതകയായിട്ട് നമ്മൾ വിലയിരുത്തുന്ന ഹിറ്റ്ലറെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് ജൂതവിരുദ്ധതയ്ക്ക് ന്യായം കണ്ടെത്തുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്നത്തെ പലസ്തീനികൾ. അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ വേണേൽ നിന്നോ, എന്നെ കിട്ടില്ല. ഇനി എന്ത് ന്യായം നിങ്ങൾ പറഞ്ഞാലും ശരി, ഇത് തള്ളിക്കളയാൻ അവർ മുന്നോട്ട് വരണം. കാരണം എന്താണ്? ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒക്ടോബർ 7 പോലും നമ്മൾ കണ്ടു, ഈ ഹിറ്റ്ലറെ കൂട്ടുപിടിച്ചിട്ടാണ് അവർ ഈ ഷേവ് പാലസ്തീൻ എന്നും പറഞ്ഞ് നടന്നത്. ഷേവ് ഗാസ, ഫ്രീ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞത്. നമുക്കതിനോട് കൂടെ നിൽക്കാൻ കഴിയില്ല. ഇവിടെ അവർ ഉയർത്തി വച്ചിരിക്കുന്ന സിമ്പൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഒരെണ്ണമൊന്നുമല്ല, ഇതിൻ്റെ ഇടയിൽ കണ്ടതാണ്. ഫോണിൽ ഉയർത്തി കാണിക്കുകയാണ്. ഇതെന്താ സാധനം? ഇത് നമ്മളെ ഹിറ്റ്ലറുടെ ചിഹ്നം. അതായത് നിങ്ങളെ വീണ്ടും ഒരു ഹോളോകോസ്റ്റിന് വഴി വെക്കണം, നിങ്ങളെ വീണ്ടും കൊന്നു തള്ളണം എന്ന ആ മുദ്രാവാക്യം ഈ ഗാസ വിഷയത്തിൻ്റെ പേരിൽ നിങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? സമാധാനമാണോ അതോ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യലാണോ? ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യലല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ സാധനം? നിങ്ങൾക്ക് സമാധാനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള കാര്യത്തിലേക്ക് കിടക്കല്ലേ വേണ്ടത്, അതല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അത് ജൂതന്മാരില്ലായ്മ ചെയ്യുക എന്നതാണ്. അങ്ങനെ പറയുന്ന ആളുകളോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം എന്താ നമ്മൾ അവസാനം കണ്ടുവരുന്നത് സാധാരണ മുസ്ലിങ്ങളുടെ അടക്കം ജീവിതം അപകടത്തിലാകുന്ന രീതിയിൽ, അവരുടെ ജീവിതം ദുരിതത്തിലാകുന്ന രീതിയിൽ, അവർക്കെതിരെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അമേരിക്കയിൽ വന്ന വാർത്ത എന്താണ്? ഈ പ്രോ പാലസ്റ്റീൻ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ നാട് കടത്തുകയാണ്. ഇതാണ് അവിടെ ഒരു നീക്കം. അതേപോലെ ജർമ്മനിയിൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതിനുശേഷം ഇപ്പോൾ UK നമ്മൾ കണ്ടു ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ ആളുകളെ ഓൾറെഡി നാട് കടത്തി, അവരുടെ വിസ അവിടെ റിവോക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ ഉണ്ടായി. അതുകൂടാതെ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത്തരം സംഗതികൾ പറയുന്ന ഒരു ആൻറ്റിസെമിറ്റിക് ലൈൻ ഉള്ള ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് ഡിപ്പോർട്ട് ചെയ്യുക, അവരെ ബാൻ ചെയ്യുക, ഈ പണിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി കൂടുതൽ വരുന്ന നാളുകളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നൊരു സാധനമാണ്. കാക്കാമാരെ ലോകം വെറുക്കുന്നു, അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ആ വെറുപ്പ് വർദ്ധിക്കുന്നു. അതിനാരാ കാരണം? മീശമാധവൻ തന്നെയാണ്. ആ മീശമാധവൻ്റെ ഇത്തരത്തിലുള്ള കുത്ത് പരിപാടികളാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അത് നിങ്ങൾ തിരുത്തിയേ പറ്റുള്ളൂ. ഇനി ഇതിലൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ മുസൽമാനെ ഒരു കാലത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നാടുകളിൽ നിന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അഭയാർത്ഥി പ്രവാഹം, ആ കാലഘട്ടത്തിൽ അതിന് ഇരു കൈ നീട്ടി വന്നിട്ടുള്ള ആളുകളാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് നമ്മളുടെ സ്വീഡൻ, അതുപോലെ മറ്റ് പല രാജ്യങ്ങളും, ഡെൻമാർക്ക് എല്ലാം. പക്ഷേ ഇന്ന് എന്താ കാണുന്നത്? അവർ മുസൽമാൻ ഇവിടെ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു വാർത്തയുണ്ട് ജർമ്മനിയിൽ. അവിടെ ചില പ്രക്ഷോഭങ്ങൾക്ക് അനുമതി ചോദിക്കുമ്പോൾ ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രൊട്ടസ്റ്റ് വേണേലും നടത്താം, പക്ഷേ ഒന്നുകിൽ ജർമ്മൻ ഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ, അതല്ലാതെ മൂന്നാമതൊരു ഭാഷ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അനുമതി കൊടുക്കുകയും, എന്നിട്ട് പ്രൊട്ടസ്റ്റ് തുടങ്ങിയതിന് ശേഷം അവർ അറബിയിൽ എന്തൊക്കെയോ സാധനം പറഞ്ഞു. അറബിയിൽ മറ്റേ കാക്കേ കുയിലെവിടെയെന്നും കണ്ട് പറഞ്ഞാണ്. പക്ഷെ എന്താ ഉണ്ടായത്? അറബിന്ന് കേട്ടപ്പോൾ തന്നെ അവർ ഇടപെട്ടു, പ്രൊട്ടസ്റ്റ് നിർത്തിച്ചു, പിടിച്ച് കയറ്റേണ്ടവരൊക്കെ കയറ്റി അറസ്റ്റ് ചെയ്തു, പരിപാടി അതോടുകൂടി തീർത്തു. അപ്പോൾ പ്രൊട്ടസ്റ്റ് തടയാനും അവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ചില കാരണങ്ങൾ കിട്ടാത്തതായിരുന്നു അവരുടെ പ്രശ്നം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി. ആൻറ്റിസെമിറ്റിസം എന്താണെന്നുള്ളത് നാട്ടുകാർ കണ്ടു. ജർമ്മനിയെ പ്രത്യേകിച്ച് അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ജർമ്മനി ഈ പറയുന്ന ഹോളോകോസ്റ്റിന് വേദിയായ സ്ഥലമാണ്. അതുകൊണ്ട് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ നാമ്പ് കാണുമ്പോൾ തന്നെ ഇടപെടാൻ ഇന്ന് അവിടെ വലിയ തോതിലുള്ള വലതുപക്ഷ ധ്രുവീകരണം അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ന് അതിനെയും കൂടി ഭയക്കുന്നുണ്ട്.
അതിനുള്ള ആക്ഷൻസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വല്ല ഇതുപോലെ പ്രൊട്ടസ്റ്റ് ആവണമെന്നൊന്നുമില്ല. എയറോപ്ലെയിനിലൊക്കെ ഇരുന്ന് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ അറബിയിൽ അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്നൊക്കെ നിങ്ങൾ പറയാൻ പോയാൽ കുടുങ്ങും. അറബിയിൽ പറഞ്ഞാൽ പ്രശ്നമാണ്. നിങ്ങൾ അത് ഞാൻ അൽ അയ്യപ്പൻ എന്നാണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അത് നെയ്യപ്പൻ ചുട്ടതാണെന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അറബിയാണോ നിങ്ങൾ തീവ്രവാദിയാകും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അത് സംബന്ധിച്ചുള്ള വാർത്ത നമുക്ക് നാളെ പറയാം. കാരണം ഇന്ന് ജർമ്മനിയിൽ നിന്ന് മറ്റൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ഒരു കാക്കാൻ കൂടി ഇതേപോലെ ഒരു ആൾക്കൂട്ടത്തിലേക്ക് കാർ ഇടിച്ച് കയറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിൻ്റെ വാർത്ത നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയിലാണ് കണ്ടത്. അത് ചേർക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട് നമുക്കത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തിനാ വെറുതെ ഒരു ബിരിയാണിക്കുള്ള അവസരം നമ്മൾ കളയുന്നത്? കോണ്ടൻറ്റ് എത്രത്തോളം ഉണ്ടാക്കുന്നു അത്രയും നല്ലതാണല്ലോ. അപ്പോൾ ഏതായാലും ഇതെല്ലാം കാണുമ്പോൾ ഒരാളിവിടെ ചിരിക്കുന്നുണ്ടാവും. ആ ചിരിക്കുന്ന വ്യക്തി ഈ നിൽക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി ആരാണ്? ഐലാൻ കുർദി. നമ്മൾ ഈ പറയുന്ന അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിത്രമാണ്. സിറിയയിൽ നിന്നും അതുപോലെ ഇറാഖിൽ നിന്നും ലിബിയയിൽ നിന്നെല്ലാം ഒരു കാലത്ത് അവിടെ ജീവിക്കാൻ പറ്റാതെ അവിടുത്തെ സെക്ടേറിയൻ വയലൻസ്, മതപ്രേരിതമായ സെക്ടേറിയൻ വയലൻസ്, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ നാട് വിട്ടോടിയപ്പോൾ അവർക്ക് അഭയം കൊടുത്ത രാജ്യം, ആ രാജ്യം ഇന്ന് അവരെ തിരിച്ചയക്കുന്ന അവസരത്തിലേക്ക് വരുമ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തിനു വേണ്ടിയാണ് ഈ കുട്ടി മരിച്ചത്? ഈ കാക്കമാരെ ഓർത്തിട്ട് കുട്ടി ഏതായാലും ഇനി കരയാൻ പോകുന്നില്ല. കാക്കമാർക്ക് കിട്ടിയ പണി. കാരണം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓടി ചെന്നിട്ട് അവിടെ പോയിട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേറെ പണിയൊന്നുമില്ല എൻ്റെ പൊന്നു കാക്കമാരെന്ന് ചോദിച്ച് ചിരിക്കുന്ന കുട്ടിയെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതിലെ ഈ കുത്തിത്തിരിപ്പ് ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് യന്ത്രം ഒന്ന് ഓഫാക്കി വെക്കണം എന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥന. ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വശമാണ് നേരത്തെ പറഞ്ഞു നിർത്തിയ സാധനം. ഇതിനകത്തൊരു വലിയ നുണ ഇവർ പ്രചരിപ്പിച്ചു ഈ ഗർക്കത് മരവുമായി ബന്ധപ്പെട്ട്. അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിലേക്ക് കിടക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം വിത്തൗട്ട് ലൈസ് ഇസ്ലാം ഡൈസ് എന്ന് പറയുന്നൊരു ബാനർ. അതിൽ അറബിയിലൊരു സാധനമൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നുമില്ല, അത് അറബിയിൽ ഞാൻ ബ്ലാ 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 എന്ന് എഴുതിയതാണ്. അപ്പോൾ അത് കൂടുതൽ ഇനി അറബി ഞാൻ തെറ്റിച്ചെഴുതിയെന്നും പറഞ്ഞിട്ട് ഇനി അതും പൊക്കി പിടിച്ചു. നമ്മൾ പറയണതൊക്കെ അവിടെ മാറ്റി വെക്കും, ഇതും പൊക്കി പിടിച്ചിട്ട് വരും. ഇന്നിപ്പോൾ ഒരു താത്ത എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തോ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ച കുറേ താത്തമാർ വിളിച്ചു. ഈ താത്തമാർക്ക് എത്ര കാര്യം പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അപ്പം ഞാൻ നിങ്ങൾ ഈ പറയണ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മുഹമ്മദ് നബി പല കാര്യങ്ങളും മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കാര്യം വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക് പകുതി ബുദ്ധിയുള്ളൂ എന്ന് പറയുന്ന സാധനം എനിക്ക് ശരിയാണെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട് എന്ന് തമാശ പറഞ്ഞപ്പോൾ അത് എന്നാലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. നമുക്ക് അവരോട് പറയാനുള്ളത്, ഒരു കാര്യം പലതവണ തിരിച്ചും മറിച്ചും പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആളുകൾ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവരുടെ ബുദ്ധി പകുതിയല്ല കാൽ ഭാഗമുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ അത് നിങ്ങൾ ഉപയോഗിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ആ ബുദ്ധി ഇല്ലാത്തതിന് സമമാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അത് നമ്മൾ പറയും, അത് തമാശ രൂപേണ പറയും. മുഹമ്മദ് നബിയുടെ കോട്ട് വരെ ഞാൻ ഉപയോഗിച്ചെന്ന് വരും. അന്നേരം വന്നിട്ട് അതും പൊക്കി പിടിച്ച് വന്നിട്ട് കാര്യമൊന്നുമില്ല, ബാക്കി കാര്യമൊക്കെ നിങ്ങൾ വിഴുങ്ങി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഇത് ബ്ലാ 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 എന്ന് ഞാൻ അറബിയിൽ എഴുതിയതാണ്, തെറ്റിദ്ധരിക്കരുത്. ഇതിലെ നുണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ട പോസ്റ്റർ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകൂടി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ആ പോസ്റ്ററിൽ എന്താണ്? ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ നമ്മളുടെ ഇസ്രായേലിലെ ഒരു പ്രധാനമന്ത്രിയാണെന്നാണ് അറിയുന്നത്. ഒരു മരം നടുന്നൊരു ചിത്രം, മറ്റൊരു ചിത്രം, താഴെ ഒരു ചിത്രം, പിന്നെ വലതുവശത്ത് വേറൊരു ചിത്രം, 3 ചിത്രങ്ങളുണ്ട്. എന്നിട്ട് ഗർക്കത്ത് ട്രീ എന്നൊരു ടൈറ്റിലുണ്ട്. അതിൻ്റെ ശാസ്ത്രനാമവും എല്ലാ സാധനവും അവിടെ ഉണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലെന്തായി? ഇതാണ് ഗർക്കത് മരം. ആ ഗർക്കത് മരം ഇപ്പുറത്തെ ചിത്രം കാണുമ്പോൾ അത് വളരെ അവർ പരിപാവനമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന സാധനമാണ്. മറ്റേത് അത് അങ്ങനെ ആയതുകൊണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പ്രധാനമന്ത്രി വരെ നടുന്ന ഒരു മരമാണ് ഈ ഗർക്കത് മരം. ഇതാണ് ഒരു മുസ്ലിമിന് കിട്ടുന്നത്. ഈ ചിത്രം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ആ ബാല്യത്തിൻ്റെ ചാബല്യത്തിൽ. ഇന്ന് ഞാൻ ഖേദിക്കുകയാണ്, വിജൃംഭിച്ചു പോയിരിക്കുകയാണ്. ഇതാണ് ഈ ചിത്രം. സത്യത്തിൽ ഈ ചിത്രത്തിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു കഥയില്ല എന്ന് മാത്രമല്ല, നല്ല 1-ാം നമ്പർ നുണയാണ് ഈ സാധനം. അതായത് ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഇടതുവശത്തുള്ള വട്ടം കാണിച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത്, അത് ഏതാണ് മരം? അത് ഈ പറയുന്ന ഗർക്കത് മരമല്ല. ഈ മരത്തിൻ്റെ ചിത്രം എവിടെ എടുത്തിരിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ അപ്പുറത്തൊരു പതാക നിങ്ങൾക്ക് കാണാം. അത് UK പതാകയാണ്. ഇതെവിടെയാണ് ഈ ചിത്രം വന്നിരിക്കുന്നത്? അതായത് 2012 ലണ്ടൻ ഒളിമ്പിക്സ്, അതിൽ വന്നിരിക്കുന്ന ഒരു മരവും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് എടുത്തു വെച്ചിട്ട് ഇത് ഗർക്കത് മരമാണെന്ന് പറഞ്ഞിട്ട് ആളെ പറ്റിക്കുന്നത്. കാക്കാമാരെ പറ്റിക്കാൻ ഇതൊക്കെ മതി. കാരണം അവർ ഞങ്ങളെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ. ചന്ദ്രൻ 2 പിളർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ബാസിൽ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടാണ്. അത്രയ്ക്ക് മണ്ടന്മാരാണ് കാക്കമാർ. ഒരു ശരാശരി കാക്കാനെ പിഴിഞ്ഞെടുത്താൽ എത്ര മണ്ടത്തരമുണ്ട് എന്ന് നിങ്ങൾക്കറിയാൻ നിങ്ങൾ ബാസിലിനെ പിഴിഞ്ഞെടുത്താൽ മതി എന്ന് ഞാൻ പറയും. അങ്ങനെ പിഴിഞ്ഞെടുത്താൽ കിട്ടുമ്പോൾ ഉള്ള ആ ഒരു എത്ര വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളാണ്.
എന്തോ BDS ഡോക്ടറാണെന്നൊക്കെയാണ് പറയുന്നത്. പോട്ടെ, എന്തായാലും ആളെന്താ പറഞ്ഞത്? ചന്ദ്രനെ പിളർത്തിയത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അത് ഏതോ രാജാവ് കണ്ടു നിൽക്കുകയാണ്. രാജാവ് എപ്പോൾ ജീവിച്ചു, മുഹമ്മദ് നബി എപ്പോൾ ജീവിച്ചു, ഇതൊന്നും നോക്കണ്ട, കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുകയാണ്. ഇതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ ഈ മരം ഇത് സത്യത്തിൽ ലണ്ടൻ ഒളിമ്പിക്സിൽ അവിടെ അതിൻ്റെ ഓപ്പണിംഗ് സെറമണിയായി ബന്ധപ്പെട്ട് അവർ നട്ട ഒരു മരമാണ്. ഇനി ഇത് ഈ ഗർക്കത് മരമാണോ? അല്ല, അത് ഏതൊരു ഓക്ക് ട്രീ ആണെന്നാണ് പറയുന്നത്, ഗർക്കത് മരമേ അല്ല. ഒന്നാമത്തെ നുണ അതാണ്. ഇനി രണ്ടാമത്തെ നുണ, ഇതിൽ വേറൊരു ചിത്രം നിങ്ങൾ കണ്ടു, അതായത് വലതുവശത്തുള്ളൊരു ചിത്രം. സത്യത്തിൽ അത് ഏതാണ് മരം? ആ മരം എന്ന് പറയുന്നത് ഒലിവ് മരമാണ്. ഈ ഒലിവ് മരത്തെ എടുത്തു വെച്ചിട്ടാണ് ഗർക്കത് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഗർക്കത് ട്രീ എങ്ങനെ ഇരിക്കുന്നത്? ഗർക്കത് ട്രീ എന്ന് പറയുന്ന സാധനത്തെ ഈ ഇടതുവശത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന സാധനം ഇതാണ് ഗർക്കത് ട്രീ. അത് ഗർക്കത് ട്രീ ഒന്നുമല്ല, ഒരു മുള്ള് നിറഞ്ഞ ഒരു കുറ്റിക്കാട് പോലെ കാണുന്ന ഒരു സാധനം, അത്രയേ ഉള്ളൂ. ഒരു ബുഷിയായിട്ട് കാണുന്ന ഒരു സാധനം. ഇതിൻ്റെ പിന്നിൽ ഇത് മരുഭൂമിയിലെ മൃഗങ്ങൾ ഒളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിലൂടെ വലിയ കൊള്ളകളൊക്കെ നടത്താൻ വേണ്ടി പോകുന്ന ആളായതുകൊണ്ട് പലപ്പോഴും ഇത് മൃഗങ്ങൾ ഒളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇത് വളരെയധികം മുള്ളുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആരും അതിൻ്റെ അടുത്തേക്ക് പോവുകയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് പുള്ളി ഒരു കഥ ഉണ്ടാക്കിയതാണ് സംഗതി. എന്തായാലും ഒലിവ് മരം എവിടെ കിടക്കുന്നു, ഗർക്കത് മരം എവിടെ കിടക്കുന്നു, ഇത് തന്നെ രണ്ടാമത്തെ നുണ. അപ്പോൾ ഈ ചിത്രത്തിലെ ഈ മരം എന്ന് പറയുന്നത് ഗർക്കതല്ല, അത് ഒലിവ് മരമാണ്. ഇനി ഇതിലെ മൂന്നാമത്തെ നുണ എന്ന് പറയുന്നത് ഈ സാധനം, ഇദ്ദേഹം നടുന്നത് ഗർക്കത് മരമാണെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് ഗർക്കത് മരമാണോ? അല്ല, ഇത് ഒലിവ് മരമാണ് ഇവർ ഈ പ്രധാനമന്ത്രി അവിടെ നടുന്നത്. എന്തുകൊണ്ടാണ് ജൂതന്മാരായിട്ടുള്ള ആളുകൾ, ഇസ്രായേലിലുള്ള ആളുകളുടെ അവരുടെ ഒരു പ്രധാന സംഭവമായിട്ട് അവർ ഈ ഒലിവ് മരത്തെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലിനെ അല്ലെങ്കിൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൽ, കൾച്ചറിൽ അവരുടെ പല കാര്യങ്ങളും, റിസിലിയൻസ് അതല്ലെങ്കിൽ പീസ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ സിംബോളിക്കായിട്ട് അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മരമാണ് ഈ പറയുന്ന ഈ ഒലിവ് മരം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ദ പേഴ്സൺ ഇൻ ദ ഇമേജ് അപ്പിയേഴ്സ് ടു ബി പ്ലാന്റിങ് എ യങ് ഒലിവ് ട്രീ. ഇത് കിട്ടാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാക്കാനും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ChatGPT എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ട്രീ ദിസ് പേഴ്സൺ ഈസ് പ്ലാന്റിങ് എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചേക്കുക. അപ്പോൾ അവർ പറയുന്ന ഉത്തരമാണ് ഈ കാണിക്കുന്നത്. ഇനി ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ്? ദ ട്രീ ഹാസ് തിൻ ഇലോങ്ങേറ്റഡ് ലീവ്സ് വിത്ത് എ സിൽവറി ഗ്രീൻ അപ്പിയറൻസ് വിച്ച് ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ ഒലിവ് ട്രീ. The small flexible branches and the structure suggest it's a young sapling. ഇത്രയേ ഉള്ളൂ. The context of tree planting aligns with environmental, cultural and political efforts often associated with olive trees, especially in Israel and the Middle East. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഒരു ചിത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് 3 ചിത്രം കൊടുത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിൽ മൊത്തം അടിപൊളി നുണ. ഇതാണ് പറയുന്നത് ഇസ്ലാം ഡൈസ്, എന്താണ് വിത്തൗട്ട് ലൈസ് ഇസ്ലാം ഡൈസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്, ഒലിവ് ട്രീസ് ആർ സിംബോളിക് ഇൻ ജുദായിസം, Zionism and Israeli history. They represent peace, endurance and resilience. The tree planting could be part of a reforestation initiative, a political event, or a symbolic act of peace and sustainability. Israeli leaders and politicians have often been photographed planting olive trees as part of national restoration and ecological efforts. ഇത് ഒരു പ്രധാനമന്ത്രിയൊന്നുമല്ല, ഒട്ടുമിക്ക പ്രധാനമന്ത്രിമാരും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒലിവ് ട്രീ വേഴ്സസ് ഗർക്കത് ട്രീ, ഇത് നിങ്ങളൊന്ന് പഠിക്കുക. ഇനി പറയുന്നതിൽ സംശയം ഉണ്ടെങ്കിൽ അത് ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കാൻ, നമുക്ക് പഠിച്ചിട്ട് പോയാൽ മതി. കല്യാണക്കുറി കാണിച്ചിട്ട് പോയാൽ മതി നിങ്ങൾ. ഫാമിലി, അത് അവർ പറഞ്ഞു ലൈസിയം ഷോവി എന്ന് പറയുന്നത് സോളനേസിയ ഫാമിലിയാണ്, ശരിയാണ്. പക്ഷേ ഒലിവ് ട്രീ ഒലിയേസിയ ഫാമിലിയിലാണ്. ഇനി ജീനസ് അതൊക്കെ നിങ്ങൾക്ക് നോക്കാം, ലൈസിയമാണ്, ഒന്ന് ഒലിയയാണ്. സ്പീഷീസ് അവിടെ ഉണ്ട്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ്, സൈസ് സ്മോൾ തോണി ഷ്രബ് യൂഷ്വലി 1 to 3 meters tall. ഇതിലൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പറഞ്ഞല്ലോ, ഇവർ കൊടുത്ത ചിത്രത്തിൽ ഇവർ തന്നെ മെൻഷൻ ചെയ്ത വാക്കാണ് ഔസാജ് ഈസ് ദ അറബിക് നെയിം ഓഫ് ലൈസിയം ഷാവി ട്രീസ്, ബട്ട് അറബ്സ് യൂസ് ദ വേർഡ് ഗർക്കത്ത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതല്ല ഈ ലൈസിയം ഷോവി എന്നുള്ളത്, ഇവർ തന്നെ ഇതിനകത്ത് എഴുതി വെച്ചതാണ് ഈ ഗർക്കത്ത് ട്രീ എന്ന് പറഞ്ഞാൽ അത് ലൈസിയം ഷോവിയാണ് എന്ന്. അപ്പോൾ ലൈസിയം ഷോവി എന്ന് പറയുന്ന സാധനം എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാമല്ലോ. ലൈസിയം ഷോവി ഇരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് സ്മോൾ തോണി ഷ്രബ് യൂഷ്വലി 1 to 3 meters tall, ആകെ 3 മീറ്റർ വരെ ഉയരത്തിൽ പോകാൻ സാധിക്കുന്ന ഒരു കുറ്റിക്കാട്, അത്രയേ ഉള്ളൂ. ഒലിവ് ട്രീ എങ്ങനെയാണ്, അത് അപ് ടു 10 to 15 meters tall പോകാൻ സാധിക്കുന്ന സാധനം. അപ്പോൾ ഇവർ ചിത്രത്തിൽ കൊടുത്തത് ഒലിവ് ട്രീയും
അവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് ഈ പറയുന്ന ലൈസിയം ഷോവിയാണെന്ന് അവർ എഴുതി വെക്കുകയും ചെയ്യുമ്പോൾ അവിടെ തന്നെയാണ് ഇതിൻ്റെ തെളിവ് എന്ന് പറയുന്നത്. ഇനി ലീവ്സ് എങ്ങനെയാണെന്നുള്ളത്, സ്മോൾ നാരോ സക്യുലൻ ലൈക്ക് ഗ്രീൻ ലീവ്സ്, മറ്റേത് ലോങ് തിൻ സിൽവറി ഗ്രീൻ ലീവ്സ്, അതൊക്കെ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ബ്രാഞ്ചസ് ഡെൻസ് ടാങ്കിൾഡ് ആൻഡ് തോണി, അത് മുള്ള് നിറഞ്ഞതാണ്, അത് ഡെൻസാണ്, ടാങ്കിൾഡ് ആണ്, അത് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം. അവർ കൊടുത്ത മരം ഇതൊന്നുമല്ല, തോണിയല്ല, അത് ഡെൻസ് അല്ല, അത് ടാങ്കിൾഡും അല്ല. എന്നാൽ ഒലിവ് ട്രീ എങ്ങനെയാണ്? ട്വിസ്റ്റഡ് ആണ്, നാൾഡ് ആണ്, ബ്രാഞ്ചസ് ഇൻ ഓൾഡ് ട്രീസ്, അത് ആകെ ചുറ്റിപ്പൊളഞ്ഞിങ്ങനെ കിടക്കും, അതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ ചുറ്റിപ്പൊളഞ്ഞ് കിടക്കും. പക്ഷേ അത് ഈ പറയുന്ന മാതിരി ഡെൻസും അല്ല ടാങ്കിൾഡും അല്ല എന്നുള്ളതാണ്. ട്രങ്ക് എങ്ങനെയാണ്? തിൻ ആൻഡ് ബുഷ് ലൈക്ക് ലാക്സ് എ തിക്ക് ട്രങ്ക്. പക്ഷേ അവർ കൊടുത്ത ചിത്രത്തിൽ വലിയ തടിയാണ്. അപ്പോൾ അവിടെ തന്നെ അത് വീണ്ടും പൊളിയാണ്. ഇത് ഒലിവ് ട്രീ ആണ്, അത് നിങ്ങൾ ഉദ്ദേശിച്ച ലൈസിയം ഷോവി എന്ന് പറയുന്ന ട്രീ അല്ല, മറ്റേത് തിക്ക് ഹാർഡ്വുഡ് ട്രങ്ക് ക്യാൻ ബി നാൾഡ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രശ്നം. ഈ ഒരു മര്യാദയ്ക്കൊരു നുണയെങ്കിലും പറയാൻ പഠിക്കടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നേറ്റീവ് എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഈ പല ആളുകളോട് ഇത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാവും, അപ്പോൾ അവിടെ അവർ ഈ മതത്തിൻ്റെ പിന്നിൽ ഒളിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം എടുത്താൽ ഇസ്രായേലിൽ മുഴുവൻ ഇതുണ്ടായിരിക്കണം. ഇതാണ് കണ്ടീഷൻ നമ്പർ 1. എന്നാൽ ഈ സംഭവത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രിഫേർഡ് ക്ലൈമറ്റ് നിങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കണമെന്ന് നോക്കാം. അതായത് എവിടെയാണ് അതിൻ്റെ നേറ്റീവായിട്ട് കാണാൻ കഴിയുക? ഡെസേർട്ട് ആൻഡ് ആരിഡ് റീജിയൻസ്, മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക, അറേബ്യൻ പെനിൻസുല. പ്രിഫേർഡ് ക്ലൈമറ്റ് ഡ്രൈ സാൻഡി റോക്കി ഡെസേർട്ട്സ്. വാട്ടർ നീഡ്സ് എക്സ്ട്രീംലി ഡ്രോട്ട് റെസിസ്റ്റൻറ്റ്. അപ്പോൾ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് വായിക്കാവുന്നുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞ ഗർക്കത് ട്രീ വളരുന്നത് എവിടെയാണ്? അത് മരുഭൂമിയിലാണ്, അങ്ങനെ വെള്ളം അധികം ഉണ്ടാകണമെന്നൊന്നുമില്ല, റോക്കി സാൻഡി ആയിട്ടുള്ള സ്ഥലത്താണെന്നാണ് പറഞ്ഞത്. ഇസ്രായേലിൻ്റെ ഒരു ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള സംഗതി പരിശോധിച്ചാൽ മനസ്സിലാവുക, അത് ഇസ്രായേലിൻ്റെ താഴ്ഭാഗം, അതായത് സദേൺ റീജിയനിലാണ് അവിടെ ഡെസേർട്ടുള്ളൂ. നോർത്തേൺ റീജിയനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരു ചതുപ്പ് നിലം പോലെയും, അതല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ നാട് മാതിരിയൊക്കെ തന്നെയാണ്, പച്ചപ്പും അതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളും ആ ഒരു രീതിയിലാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ഈ പറഞ്ഞ ട്രീ ഇവിടെ ഉണ്ട്, ഇവിടെ എവിടേക്കോ കാണും, പക്ഷേ അത് ഈ നോർത്തേൺ റീജിയനിൽ ഉണ്ടാവില്ല, അത് താഴെയാണ്. അത് മരുഭൂമിയിൽ ഇങ്ങനെ കുറ്റിക്കാട് പോലെ വളരുന്ന ഒരു സാധനമാണ്. ഞങ്ങളത് പറിക്കാറൊന്നുമില്ല, വീട്ടിലെവിടെയെങ്കിലും പറഞ്ഞ് ഞങ്ങൾ പറിച്ച് കളയും. ഇതാണ് അവർ പറഞ്ഞത്. ഈ സാധനത്തെയാണ് ഇവരെടുത്ത് വെച്ച് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? ഇസ്രായേലിൽ ഉണ്ടാവും, അവിടെ യുദ്ധം വന്നാൽ ഇത് പിന്നിൽ ഒളിക്കുന്ന പറയുന്നത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, നോർത്തേൺ റീജിയനിൽ, ഇസ്രായേലിൻ്റെ നോർത്തേൺ റീജിയനിൽ യുദ്ധമുണ്ടായാൽ അവിടെ എങ്ങനെ ജൂതനെ ഒളിക്കും? കാരണം ഈ സാധനം അവിടെ ഇല്ല, അവിടെ വളരെയില്ല. കാരണം അതിൻ്റെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന സാധനം അത് ഡെസേർട്ടിലാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള ആരിഡ്, ഇതുപോലുള്ള ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്താണ്. ഈ മഴയും മഞ്ഞും പെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഇതുണ്ടാവുക? നിങ്ങളൊന്ന് പറഞ്ഞു തരി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മുഹമ്മദ് നബി അല്ലെങ്കിൽ പറയണമായിരുന്നു, മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ ഒരു വലിയ യുദ്ധമുണ്ടാകും, ആ യുദ്ധമുണ്ടാകുന്ന സമയത്ത് സദേൺ ഇസ്രായേലിലുള്ള ആളുകൾ ഗർഖദ് മരത്തിൻ്റെ പിന്നിൽ ഒളിക്കും, നോർത്തേൺ ഇസ്രായേലിൻ്റെ പിന്നിലുള്ള ആളുകൾ തെങ്ങിൻ്റെ പിന്നിൽ ഒളിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റേ കുറ്റിക്കാടിൻ്റെ മുന്നിൽ ഒളിക്കും എന്ന് പറയണമായിരുന്നു. മുഹമ്മദ് നബിക്ക് അവിടെയും തെറ്റി. ഈ മരം വളരെയാണെങ്കിൽ തന്നെ മരുഭൂമിയിൽ സദേൺ ഇസ്രായേലിൽ മാത്രമേ ഉള്ളൂ, അവിടെയാണ് കൂടുതൽ കാണുക എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇതാരും അവിടെ നട്ട് വളർത്തുന്നുമില്ല. നിങ്ങൾ കാണിച്ച മരവും തെറ്റാണ്. നട്ട മരം പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ അത് ഒലിവ് മരമാണ്. നിങ്ങളവിടെ കാണിച്ച ചിത്രം അത് ലണ്ടൻ ഒളിമ്പിക്സിലുള്ളതാണ്. എന്താണ് അടപടലം 3G എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും അപ്പുറത്തേക്കൊന്നുമില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അത് ജൂതന്മാരുടെ കൾച്ചറുമായിട്ട് കണക്റ്റഡാണ്. ഈ ഒലിവ് ട്രീ അവരുടെ മതവുമായിട്ടും കണക്റ്റഡാണ്. ഹൈലി സിഗ്നിഫിക്കൻ്റ് ഇൻ ജൂതായിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം. ഇസ്ലാമിൽ എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. എവിടെയാണ് മെൻഷനിങ് ഉള്ളത്? തമാശയാണ്. മേജർ അഗ്രികൾച്ചർ ക്രോപ്പാണ് ഇതിനകത്ത്. പ്രിവെൻറ്റ്സ് സോയിൽ ഇറോഷൻ, സ്റ്റെബിലൈസസ് ഡ്രൈ ലാൻഡ്, ഇതൊക്കെയാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് റെഫറൻസസ് ആണ് നമ്മൾ നോക്കേണ്ടത്. സം ഇൻ്റർപ്രിട്ടേഷൻസ് കണക്ട് ഇറ്റ് ടു ദ ഗർഖദ് ട്രീ ഇൻ ഹദീസ് ക്ലെയിം ടു പ്രൊവൈഡ് ഷെൽട്ടർ ഫോർ ജൂസ് ഇൻ ദ എൻഡ് ടൈംസ്. ഇതാണ് ലൈസിയം ഷോവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി ജൂതായിസത്തിൽ ഇതിൻ്റെ റെഫറൻസ് എന്താണ്? നമ്മുടെ ഒലിവ് മരത്തിൻ്റെ ജൂതായിസത്തിൽ ഈ പറയുന്ന ഗർഖദിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പറഞ്ഞിരിക്കുന്നത് ഒലിവ് മരത്തെക്കുറിച്ചാണ്. അത് തന്നെ എന്താ പറയുക? സ്ട്രോങ് സിംബൽ ഓഫ് പീസ്, ഇസ്രായേലി അഗ്രികൾച്ചർ ആൻഡ് സയനിസം. ഇതാണ് അവരുടെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇസ്ലാമിലൊരു മരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഗർഖദ് മരമാണെങ്കിൽ അത് പറഞ്ഞിരിക്കണം തന്നെ ജൂതന്മാരെ കൊല്ലുന്ന വേളയിലുള്ള ഒരു പരാമർശം. ഇതാണ് ഇസ്ലാമിൻ്റെ സമാധാനം. ഇനി പ്രസൻസ് ഇൻ ഇസ്രായേൽ പാലസ്റ്റൈൻ കോൺഫ്ലിക്റ്റ്, സംടൈംസ് റെഫറൻസ് ഇൻ ആൻറ്റി സെമിറ്റിക് നറേറ്റീവ്സ് ബേസ്ഡ് ഓൺ ഹദീസ്. ഇതാണ് ഇതിൻ്റെ റെഫറൻസ്. ഇനി വൈഡ്ലി ഗ്രോൺ ഇൻ ഇസ്രായേൽ ആൻഡ് ദ റീജിയൻ എ കീ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്.
നിങ്ങൾ ആലോചിക്കുക ഇതിലെന്താണ് ഇതിൻ്റെ കഥ എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ ഈ വിതൗട്ട് ലൈസ് ഇസ്ലാം ഡൈസ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ നുണയില്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാമിന് ഈ ജൂതവിരുദ്ധത പറയാൻ പറ്റില്ല. ആ ജൂതവിരുദ്ധത ഉണ്ടെന്ന് പറയാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നടക്കം എന്താണ് ഖുർആനിൻ്റെ ചരിത്രഭൂമിയിലൂടെ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇവിടുന്ന് കുറേ ആളുകൾ CD യും DVD ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ വലിയ തോതിൽ പറയും, ഞാനതൊക്കെ കേട്ട് മാഷാ തള്ള എന്ന് പറഞ്ഞ് നടന്നിട്ടുള്ള ആളാണ്. അതിലെന്താ അവർ പറയുന്നത്? ഗർഖദ് മരത്തെക്കുറിച്ച്. ഇപ്പോൾ സിംസാറുൽ ഹക്കിൻ്റെ ഒരു പുതിയ പ്രസംഗം ഇവിടെ ഇറങ്ങി നടപ്പുണ്ടായിരുന്നു. അതിലെന്താ പറയുന്നത്? ഇത് തന്നെയാണ് പറയുന്നത്. അതായത് അവിടെ ഇതുപോലെ സാധനങ്ങൾ ഇങ്ങനെ നട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആരൊക്കെ പോയി സ്റ്റഡി ചെയ്ത് അത് അവിടെ ഉണ്ട്, മണ്ണാങ്കട്ടയാണ്. ഒരു ജൂതന് പോലും ഈ സാധനത്തെ പുല്ല് വിലയില്ല എന്ന് പറയുന്ന സാധനമാണ്. ഗർഖദ് വിലയില്ല എന്നാണ് അവരവിടെ പറയുന്നത്. നമ്മളൊക്കെ പുല്ല് വിലയില്ല എന്ന് പറയുന്ന മാതിരി അതുപോലെയാണ് ജൂതന്മാർക്ക് ഗർഖദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ പുഷ് ചെയ്യുന്ന സാധനം ഈ ജൂതവിരുദ്ധതയാകുമ്പോൾ ആ ജൂതവിരുദ്ധത അത് മനസ്സിലാക്കിയ മുസ്ലിങ്ങൾ അവർ ഇഗ്നറൻ്റായ മുസ്ലിം ആയിരുന്നതിൽ നിന്നും മാറി ഇഗ്നറൻ്റ് അല്ലാത്ത നോൺ ഇഗ്നറൻ്റ് മുസ്ലിമായിട്ട് മാറുമ്പോൾ അവരിത് എടുത്തു വെച്ച് പറയുമ്പോൾ അവരുടെ മുന്നിലേക്ക് വരുന്ന രോഗി അത് ജൂതനാണോ എന്ന് അന്വേഷിച്ചാണെങ്കിൽ അവനെ കൊല്ലാനും മടിക്കില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് അപകടത്തിലാക്കുന്നത് ഇഗ്നറൻ്റായിട്ട് ഇതിനകത്ത് ഇതൊന്നും അറിയാതെയും ഒരു നേഴ്സാവാനോ ഡോക്ടറാവാനോ പോട്ടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു തോട്ടിപ്പണിക്ക് പോകുന്ന ഒരു സാധാരണ മുസ്ലിമാണെങ്കിൽ പോലും അവൻ്റെയും ജീവിതം അപകടത്തിലാവും. ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു വാർത്ത. എന്താണത്? UK ഒരു ബോംബ് സ്ഫോടനത്തിനുള്ള പദ്ധതി ഇട്ടതാരാണ്? അവിടെ ഈ എന്താ പറയുക, ഇപ്പം നമ്മൾ പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ തോട്ടിപ്പണി എടുക്കുന്ന ഒരാൾ, അതിനകത്ത് അയാൾ ആ ഹോസ്പിറ്റലിൽ ഒരു ബോംബ് വെച്ചിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് എന്തോ സംശയം തോന്നിയിട്ട് ആ രോഗികൾ ചൂണ്ടിക്കാണിച്ച് അയാൾ ഓടുന്ന അവസ്ഥയിൽ കൂട്ടിയിട്ട് പിടിച്ചിട്ടാണ് അയാൾ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മളൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഡോക്ടർമാർ, അതുപോലെ അബ്ദുൽ വാഹിദ് ഷെയ്ബ എന്ന് പറഞ്ഞ ഡോക്ടറെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അയാൾ രാവിലെ വരുന്നു, അസർവാങ്ക് വരെ നല്ല അസൽ ഡോക്ടർ, GP ആണ്. അസർവാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ തൊപ്പിയൊക്കെ തലയിലെടുത്ത് വെച്ച് പിന്നെ നല്ല അസൽ ജിഹാദിയായിട്ട് മാറുന്നു. അയാൾ അവിടെ പ്രോ പാലസ്റ്റൈൻ പ്രൊട്ടസ്റ്റിനൊക്കെ വേണ്ടി പോയിട്ട് നിന്ന് പറയുന്ന കൂട്ടത്തിൽ അയാളുടെ വായിൽ നിന്നും അറിയാതെ ചില ജിഹാദി തരം ഒക്കെ പുറത്തേക്ക് ചാടി അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അയാൾ ഇന്ന് ജോലിയിൽ നിന്ന് പോയി. അപ്പോൾ ഇനി ഡോക്ടർമാരെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻറ്റി സെമിറ്റിക് ലൈനുണ്ട്. നിങ്ങളൊരു ജിഹാദിയാണോ എന്നും കൂടി അന്വേഷിക്കുന്ന നിങ്ങളെ കയ്യിലിരിപ്പും കൂടി ഒന്ന് സ്കാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയാണ് മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ചും. ഈ ഒരു പരിധിത അവസ്ഥ, ഒരു പരിതാപകരമായ ഒരവസ്ഥ, ഇങ്ങനൊരു ദുരവസ്ഥ അത് മുസ്ലിമിനേ ഉള്ളൂ. അത് ക്രിസ്ത്യാനിക്കില്ല, ഹിന്ദുവിനില്ല, ജൂതനില്ല, അല്ലെങ്കിൽ ജൈനനില്ല, ബുദ്ധമതക്കാരനില്ല, വേറെ ആർക്കുമില്ല. മുസ്ലിമാണോ നിങ്ങൾ കൂടുതൽ അന്വേഷിക്കപ്പെടും, ചകഞ്ഞ് നോക്കപ്പെടും, നിങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് നോക്കും, നിങ്ങളുടെ അണ്ടർവെയർ വരെ ഊരി പരിശോധിക്കും, തുണി പൊക്കി നോക്കി രോമം മുളച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് നബി ചെയ്തത് ഇന്ന് തിരിച്ചു കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന വിഷയത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ കാക്കമാർ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് അതാണ്. അതായത് കയ്യിലിരിപ്പ് നന്നാക്കുക. നിങ്ങൾ ഈ മതത്തിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് ഇങ്ങനെ ഡിനൈ ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. വലിയ പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിലിരിപ്പാണ് ലോകത്ത് നിങ്ങൾക്കെതിരെ ഉള്ള വികാരം ശക്തിപ്പെടുത്തുന്നത്, നിങ്ങളെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആളുകളാക്കി മാറ്റുന്നത്, നിങ്ങളെ ആളുകൾ വെറുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, നിങ്ങൾക്കെതിരെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇവിടെ രൂപപ്പെടുന്നത്. അതിൻ്റെ പിന്നിലാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ഇത് നിർത്തുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇന്ന് നമുക്ക് സമയമില്ല, ഓൾമോസ്റ്റ് 12 മണിയായി. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഈ ഡ്രസ്സിൻ്റെ മീനിങ് ഒക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് യുദ്ധമാണ് അവസാനിപ്പിക്കേണ്ടത്. നമ്മൾ ആരുടെയും പക്ഷം പിടിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. നമ്മൾ പക്ഷമല്ല പിടിക്കുന്നതും അതല്ല. നമ്മൾ പറയേണ്ടത് പറയുക എന്നുള്ളതാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് പക്ഷമായിട്ട് തോന്നുന്നു, അതാണ് നമ്മുടെ വിഷയം. നിങ്ങൾക്കും അത് ചെയ്യാം, പക്ഷെ നിങ്ങൾ പറയുന്ന സംഗതിയെ നമ്മൾ എതിർക്കുമ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത്? നീ ജൂതനെ പിന്തുണച്ചു എന്ന് പറഞ്ഞ് കല്ലെറിയാൻ വരുന്നു. അത് നമ്മളേതായാലും ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്നു, അവരെ തീവ്രവാദിയാണ് എന്ന് പോലും അവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് വിസമ്മതം കാണിക്കുന്നു, അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നു, യഹ്യ സിൻവറിന് മയ്യത്ത് നിസ്കരിക്കുന്നു. അവരെന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. പറയുന്ന ആളുകളെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. അതൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ വിമർശിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വേഷത്തിൻ്റെ ഉദ്ദേശം യുദ്ധം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഈ ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുക, ബ്രിങ് ദം ഹോം നൗ, ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു ആൻറ്റി സെമിറ്റിസമാണ് പ്രധാന ഒരു കോർണർ സ്റ്റോൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്തതാണ്. ഏതെങ്കിലും കാക്കാമാർക്ക് കുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ
വളരെ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുരു ഇനിയും പൊട്ടട്ടെ. അങ്ങനെ പൊട്ടി കുരുക്കളെല്ലാം പൊട്ടിയ ഒരു കാലഘട്ടം, അതാണ് ഞാൻ കാണുന്ന കിനാശ്ശേരി. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും, എൻ്റെ ശ്വാസം പോകുന്നത് വരേക്കും. അത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം ജീവനുണ്ടെങ്കിൽ കാണാം. എല്ലാവർക്കും ഷാലവും അലൈഹൈം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.